I never thought my life would turn out like this. My life was going so well. Married to a good man, 2 lovely children. But tobacco changed all that. Now this growing cancer has to be cut from my face. Nothing will be the same again. Tobacco has ruined my life. Khani, gutkha, tambaku, zarda, pan masala. They will tear you apart. This is big breaking news coming in, and this is very, very worrying for India. One positive case of the coronavirus has been detected. It has been detected in Kerala. संपूर्ण लॉकडाउन होने जा रहा है. അനിതരസാധാരണമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നുവെന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലാകെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുകയാണ്. സംസ്ഥാന അതിർത്തികളെല്ലാം അടച്ചിടും. പൊതുഗതാഗതം ഉണ്ടാകില്ല. പെട്രോൾ പമ്പ്, LPG വിതരണം ഇവയൊക്കെ പ്രവർത്തിക്കും. എല്ലാ ആശുപത്രികളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. സർക്കാർ ഓഫീസുകൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയാണ് പ്രവർത്തിക്കുക. ആരാധനാലയങ്ങളുടെ എല്ലാ ചടങ്ങുകളും നിർത്തിവെക്കും. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ ഇവയെല്ലാം തുറക്കും. മറ്റ് കടകളെല്ലാം അടച്ചിടുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആയപ്പോഴുള്ള മാനസിക കുടുംബം, മക്കള്, ഈ ഭാവിയെ കുറിച്ചിട്ട് ആശങ്കയുണ്ടോ? അപ്പോൾ നമ്മൾ സാധാരണ നല്ല ജീവിതം നയിച്ചിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയപ്പോൾ എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നിയത്? നമുക്ക് മാത്രമല്ല, ഒട്ടാകുള്ളതാണ്. അതെ അതെ, കലാകാരൻ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ് ഇപ്പൊ ഈ സാഹചര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഹോസ്പിറ്റലിലാണ് ഇപ്പൊ കൊണ്ടുവരാറുള്ളത്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുവരാറുള്ളത്.
അപ്പൊ അവര് ഈ രോഗികളൊക്കെ ശുശ്രൂഷിച്ച് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലേ? അവരതിന്റെ എല്ലാ പ്രിക്കോഷൻസ് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട്. സാമൂഹിക സേവനമാണ്, അതുകൊണ്ട് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനി ഭാവിയിൽ എന്താവും, അസുഖം വരുമോ, ഇപ്പൊ ക്വാറന്റൈൻ സമയം എത്ര സമയം എന്നൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ആകുലത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നന്നായി തീരട്ടെ. പുതിയമാരെ അല്ലെങ്കിൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ഇവിടെ ബഹളം വെക്കലുണ്ടോ? ചോദിക്കാറുണ്ട് വേണം അങ്ങനെയൊന്നുമില്ല. പോലീസുകാരും ഇപ്പോഴത്തെ കാര്യത്ത് ഇപ്പൊ ഇങ്ങനെ കൊറോണ ഒക്കെ ഉള്ളതല്ലേ, അതിനെ കുറിച്ച് വ്യാകുലത വെപ്രാളൊക്കെ ഉണ്ടോ? ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? രാത്രി കൊടുക്കുന്നുണ്ട്. എവിടെയാ ശരിക്കും സ്ഥലം? தமிழ்நாட்டுல எந்த ஊரு? பொள்ளாச்சி. அங்கிருந்து இங்க எத்தனை வருஷமா இருக்கீங்க? 13 அப்போ வந்தது. நீங்க அடிப்பீங்களா? தண்ணி அடிப்பீங்களா? அப்ப இல்லையா பிவரேஜ் இல்லாம இப்ப என்ன பண்றீங்க? கை காலெல்லாம் வரைக்குதா? வேணும்னு தோணுதா? Your which place of India? India very Bangladesh. How long you are here in Pengalmani? Recently started, no? ये साल हो गया ना, अभी इधर काम बंद है इसलिए इधर आ वही पहले उधर किया टॉयज कंपनी में आइस प्लांट में. അപ്പൊ ഇവിടെ രോഗികൾ തിരക്കൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില്. കൊറോണ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് വരുമ്പോൾ കൊറോണ ഒക്കെ ഉള്ള സമയത്ത് ഭയം അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ട് പ്രയാസങ്ങളുണ്ടോ? ഒന്നും ചെയ്യില്ല. നമ്മൾ സമൂഹത്തിന് അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണല്ലോ അല്ലേ? അപ്പൊ ഇനി ഭാവിയിൽ എന്താവും, നമുക്കൊക്കെ അസുഖം ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ക്വാറന്റൈൻ സമയമൊക്കെ അല്ലേ, അപ്പൊ അതിനെക്കുറിച്ച് ആകുലതയുണ്ടോ? ഹോസ്പിറ്റലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിച്ചത്. എന്തായാലും നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റും. അതെ, അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ തിരിച്ച് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മക്കള് അമ്മ കൊറോണ ഉണ്ടാവും, ഹാൻഡ് വാഷ് ചെയ്തോ, അടുത്ത് വരണ്ട അങ്ങനെയൊക്കെ പറയുമോ? അങ്ങനെ പുറത്തുള്ള ആൾക്കാർ, വീട്ടിലുള്ള ആൾക്കാർക്ക് അവർക്ക് അറിയാം. പിന്നെ വീട്ടിൽ കുളി കഴിഞ്ഞിട്ട് നമ്മൾ കയറുള്ളൂ. നമ്മൾ കൊറോണ കേരളത്തിൽ നിന്ന് ഒറ്റക്കെട്ടായി ഓട്ടിക്കും, ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ ഓട്ടിക്കും അല്ലേ? താങ്ക് യു. ഈ അസുഖം അങ്ങനെ പറഞ്ഞ ഈ ആംബുലൻസ് ഒക്കെ ആയിട്ട് പോകുമ്പോ ആശങ്ക ഉണ്ടോ, ഭയമുണ്ടോ? ചെറിയ ഭയമുണ്ട്. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഈ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ വീട്ടിലെ ഭാര്യ കുട്ടികളൊക്കെ ഭയപ്പെടും, കൊറോണയും കൊണ്ടാണോ വരുന്നതെന്നൊക്കെ ചോദിക്കോ? ശരിയുണ്ടല്ലോ. ഇപ്പൊ കൈയൊക്കെ കഴുകലൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ അല്ലേ, സാനിറ്റൈസറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ സാഹചര്യത്തിൽ മരുന്ന് കച്ചവടം കൂടിയോ കുറഞ്ഞോ ആൾക്കാർക്ക് ആശങ്ക ഉണ്ടോ? നിങ്ങളോടൊന്ന് ചോദിക്കുമല്ലോ. അപ്പൊ ഡോക്ടർമാരെ ആയാലും
എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടില്ല. അപ്പൊ മെഡിക്കൽ ഷോപ്പിൽ ഓടി വന്നിട്ട് ചോദിക്കൂല, അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ? ഇല്ല അങ്ങനെയുള്ള പ്രശ്നമല്ല. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് മെഡിസിൻ ഇപ്പൊ കിട്ടാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രാവലിംഗിന്റെ പ്രശ്നമാണ്. അതായത് ഇപ്പൊ എന്താ വെച്ചാൽ പെരുന്തമണ്ണ മാത്രം നമുക്ക് സപ്ലൈ ഉള്ളൂ, സപ്ലൈ കിട്ടുന്നില്ല. ലേഡീസ് ഒക്കെ നാപ്കിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സ്റ്റാഫോടാണ് കൂടുതലായിട്ട് വരുന്നില്ല പൊതുവെ വീട്ടില് മക്കള് വീട്ടിലുണ്ട്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിനൊക്കെ എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ്. ലോകാവസാനത്തിന്റെ ഒരു കോളകാരം കാണുന്നുണ്ട്. പടച്ചവന്റെ ഒരു ഇതാണ്. പടച്ചവനെ മറന്നിട്ട് വലിയ ആൾക്കാരെ ഒരുപാട് കാട്ടിക്കൂട്ടിയതാണ് തോന്നലാണ്. സാധാരണക്കാരനൊക്കെ പ്രയാസമാണ്. സാധാരണക്കാരുടെ ജീവിതം പോയാൽ നാട് അവസാനമാവും. പക്ഷെ ഇത് പോവാതിരിക്കട്ടെ, ആൾക്കാർക്ക് വരാതെ. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ പ്രശ്നമൊക്കെ കാരണം? കടകളൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് സമയമല്ലേ, 5 മണിക്ക് അടയ്ക്കും വേണ്ടേ, 7 മണിക്ക് തുറക്കാൻ കഴിയും, 5 മണിക്കാണ്. മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മള് ഉപയോഗിക്കുന്നു. ഈ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോ ബിസിനസ്സിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടല്ലോ. ഒന്നും കിട്ടുന്നില്ല, അതേ സാധനങ്ങൾ ഷോപ്പാണ്. അപ്പൊ ഈ പലതരത്തിലുള്ള ആൾക്കാർ വന്ന് ഇടപഴകുമ്പോഴൊക്കെ ഈ കൊറോണ എന്നുള്ള വൈറസ് നമുക്ക് കിട്ടുമോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ട്. മാക്സിമം നമ്മൾ പുറത്തു നിർത്തും, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ വന്നപ്പോഴാണ് ഇങ്ങോട്ട് കയറ്റിയത്. കടന്നൊക്കെ കൊടുക്കലുണ്ട്. ശരി. അപ്പൊ അത് പിന്നെ അവര് കൊടുക്കുന്ന ഒരു വിശ്വാസത്തില് നമ്മളിപ്പോഴല്ലേ സഹായിക്കാൻ പറ്റും. അങ്ങനെയാണ്. വാഹനങ്ങൾ ഒരു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ഇപ്പൊ പന്ത് കളിക്കാനുള്ള സൗകര്യമാണ്. കൊറോണ വന്നിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്? ആളുകൾ പുറത്തിറങ്ങുന്നില്ല ഇപ്പോഴേ, അതന്നെ പ്രശ്നം. ഭയമുണ്ടോ? മാസ്ക് എന്തായാലും ഇടണം. മാസ്ക് വച്ചിട്ട് കാര്യമില്ല. എവിടെയുണ്ട് ഇടുന്നു? ഇത് എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് മാത്രല്ലേ, നാട്ടുകാർക്കും അത് സ്പ്രെഡ് ആവും. അതാണ് പ്രശ്നം. ടി വി ഒക്കെ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ കൊറോണയുടെ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്താ അതിനെ കുറിച്ച് വല്ല അറിയോ? നമുക്കൊന്നും അറിയില്ല. കൊറോണ വൈറസ് കാറ്റിക്കൂടെയാണ് വരുന്നത് അറിയില്ല. വിട്ട് നിക്കണം എന്നുള്ളത് അറിയാം. പറയാൻ പാടില്ല, ദൂരെ നിക്കണം, കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. ഇപ്പൊ പുറത്ത് ടൗണിലൊന്നും വണ്ടികളൊന്നും ആൾക്കാർ ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുന്നത് കേട്ടോ. വീട്ടിന് പുറത്തിറങ്ങരുത്, എല്ലാരും വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. എന്തുകൊണ്ടാ വെച്ചാല് നമുക്ക് വരരുത്, മറ്റുള്ളവർക്ക് നമ്മള് തുമ്മല് അങ്ങനെ വഴി കിട്ടാനും പാടില്ല. അതിന് വേണ്ടിട്ടാണ് ഇത് പറയുന്നത്. ഈ ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഇതിന് മുന്നേ എന്താ ചെയ്യാ? ഏതൊക്കെയാണ് ജോലിക്ക് പോയി? മിഷന്. ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ, പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്താ അറിഞ്ഞത്? ചെക്കിങ് കുറയുണ്ട്, ചെക്കിങ് കുറയുണ്ട്, അടവുണ്ട്. മദ്യമൊക്കെ കിട്ടണ്ട? മദ്യമൊക്കെ കഴിക്കാൻ പാടില്ല. നോക്കുമ്പോ പിന്നെ വീട്ടിൽ അപ്പൊ ഞാൻ ചോദിക്കേണ്ട, ഈ കൊറോണ വൈറസ് വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്നല്ലോ. ഈ കൊറോണ വൈറസ് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്താക്കിയ വേറെ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ആൾക്കാരെ കാണാതെ ഇരിക്കുമ്പോ ബേജാറൊന്നും ഇല്ലേ? അപ്പുറത്തെ വീട്ടിലെന്താ അമ്മിനിക്കാട് പ്രദേശത്തുള്ള മുള്ളമട ആദിവാസി കോളനി. ആദിവാസി കോളനി. ഓക്കെ. കുറച്ച് പേരെ വീടുള്ളൂ അല്ലേ? 8 വീടുകളാണുള്ളത്. 2 വീട് അപ്പുറത്തുണ്ട്. കുറെ പേരുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇത് ശരിക്കും ഇവര് ആദിവാസി ഏത് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്? ആളൻ വർഗം. ആളൻ വർഗക്കാരാണ്.
ഇതില് വെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കുറെ കാലങ്ങളായിട്ട് ഒരു 300 മീറ്റർ 400 മീറ്റർ കുത്തായ ചെരുവിൽ നിന്ന് ഓരോ എടുത്തുകൊണ്ടുള്ള ഇത് മുള്ളമ്മട ഈ എന്താ ചെങ്കു ഇവിടെ താഴെ ഒന്ന് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇരുവിടുംചോല എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറെ ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോയി എടുത്തുകൊണ്ട് അപ്പോ വളരെ നാച്ചുറലായിട്ട് വൈദ്യുതി ഇല്ലാതെ സംവിധാനങ്ങളൊക്കെ പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്തു. എന്തായാലും അവർക്ക് ലോകത്തോട് ചില കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. മലയ്ക്ക് പോകുന്നുണ്ട്, ഇപ്പൊ പശുക്കള് ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതൊരു സ്നേഹം കൊണ്ടും കൂടിയാണല്ലോ. നമസ്കാരം. കൊറോണ കേട് എന്താണ് അതിനെ കുറിച്ച് അറിഞ്ഞത്? അതെന്തെങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പറയാം. ഇതുകൊണ്ട് അസുഖം കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശരി. അപ്പൊ ഇങ്ങനെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കും, പുറത്ത് ആൾക്കാരായിട്ട് ഒരു സമ്പർക്കം ഇല്ലാതെ ഇരിക്കുമ്പോ മനപ്രയാസം ഉണ്ടോ? അപ്പൊ അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് നടക്കുന്നതല്ല. അപ്പൊ നമ്മള് പുറത്ത് കടകളൊന്നും ഇല്ലല്ലോ. ഇല്ല. അത് ശരി. വിറക് വെട്ടാനൊക്കെ കാടിലേക്കൊക്കെ പോകുമല്ലോ. ഇപ്പൊ അങ്ങനെ പോകരുതെന്നൊക്കെ. ഇപ്പോഴോ? പോണില്ല. ഇപ്പൊ പോണില്ല. ഇപ്പൊ വന്ന വിരുന്നിന് വന്നാണോ? അത് ശരി. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഭക്ഷണത്തിനൊക്കെ എന്താ ചെയ്യുന്നത്? ഇതല്ലാത്ത സമയത്ത്, ഈ കൊറോണ പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തോണ്ടിരുന്നത്? എവിടെയൊക്കെ എന്തൊക്കെ പണിയെടുക്കും? പാലെടുക്കാനും അതിനൊക്കെ പോകും. പിന്നെ നിങ്ങൾ സ്ത്രീകൾ മാത്രം ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല ഇവിടെ? പേടിക്കാനൊന്നുമില്ല, ധൈര്യമാണ്. ടി വി ഒക്കെ കാണലുണ്ടോ? ഉണ്ടോ? ടി വിയിലൊക്കെ കൊറോണയെ കുറിച്ച് അതും ഇതൊക്കെ പേടിപ്പിക്കണതൊക്കെ കാണുമ്പോ ഭയം തോന്നുന്നുണ്ടോ? എന്തായാലും നമ്മള് ചിരിച്ചോണ്ടാണ് എല്ലാം നേരില്ല അല്ലെ? അതെന്തായാലും നന്നായി, എനിക്ക് ഇഷ്ടായി. കൈ കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴേ. നിങ്ങളുടെ പ്രായത്തിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ മുന്നേ ഉണ്ടായിട്ടില്ല? ഇപ്പൊ ഭയമുണ്ടോ? അത് എന്താ കൊറോണ നമുക്ക് പ്രശ്നം? ഈ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണല്ലോ. അതെ. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഇതിൽ ആടും അല്ല കമ്മിയും കന്ന് തിന്നു. അപ്പൊ ഇങ്ങനെ ഇടക്ക് വന്ന് വീട്ടിൽ തന്നെ പോവും. ഇവിടെ തന്നെ ഇരിക്കും. ഇതൊക്കെ അപ്പൊ ഭയങ്കരമായിട്ട് വന്നതാ? പോയപ്പോ ഹോസ്പിറ്റലിൽ അൽച്ചിപ്പയെ പോയിട്ട് പറഞ്ഞ വഴിക്ക് ഇത് വാങ്ങി. അപ്പൊ ഈ കൊറോണ ഒക്കെ ഈ പ്രശ്നമൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുക? മാസം കാണിക്കണം മരുന്ന്. ഒരു മാസത്തിന്റെ അപ്പൊ ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ റോട്ടിലെ ആൾക്കാരൊന്നുമില്ല? ഞങ്ങളെ കുറച്ച് അടുത്ത അയൽവക്കാർ അങ്ങനെ ഒന്നും സംസാരിക്കാനും പറ്റുന്ന പോലെ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ആ മാനസികാവസ്ഥ എന്താണ്? ഇല്ല, ഞങ്ങളുടെ തറവാടിന് കുറച്ചപ്പുറത്ത് അമ്മയാണ്. അവിടെ അത്രയോ പേടിയുണ്ടോ, ആശങ്കയുണ്ടോ ഇങ്ങനെ? ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചു നമ്മള് സൂക്ഷിച്ചു. അടുക്കള പണിയൊക്കെ കൂടിയിട്ടുണ്ടാവുമല്ലോ. കാരണം മക്കളൊക്കെ ഇപ്പൊ വെക്കേഷനാണ്, ആരും വീട്ടിൽ തന്നെ, എല്ലാവരും പുറത്തു പോകണില്ല. അപ്പൊ ഓരോരുത്തർക്ക് ഓരോന്നും വേണം, ചൂട് കാലമാണ്, നല്ല പണിയല്ലേ? അപ്പൊ അത് സഹായിക്കോ? ഇല്ല, ഞങ്ങൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. தமிழா எந்த ஊரு? சேலம். திருச்சியில விட்டு விட்டு நில்லுங்க, கேமரா பிடிச்சிட்டு இருக்காங்க. இப்ப இங்க எங்க வேலை பண்ணிட்டு இருக்கீங்க? அப்ப அங்க இருந்து போயிட்டு ஒண்ணுமே எடுக்கல? அப்புறம் எல்லாம் அங்கேயே போட்டு அப்படி ஊருக்கு போறீங்களா? ஏன் இப்ப வெளியே இறங்கி நடக்க கூடாது, காத்துல இந்த கொரோனா வைரஸ் எல்லாம் வருதுன்னு சொல்லிட்டு அப்புறம் இப்ப போயிட்டே இருக்கிறீங்க? இங்க வேலை சாப்பாடு கிடைக்கல, முனிசிபாலிட்டில கொடுக்குறாங்களே, அங்கேயே இருக்கு. அது 10 நாள் பார்த்துட்டு அதுக்கப்புறம் கவர்மெண்ட் தீர்ப்பு தெரிஞ்சதுக்கு அப்புறம் போயிருந்துருக்காங்க. ஏற்கனவே 10 நாள் ஆயிடுச்சு. வீட்டுல எல்லாம் கொண்டுட்டு போய் அழுவ ஆரம்பிச்சாங்க. இப்போ இது நடந்தே போயிருவீங்களா? நடந்தே தமிழ்நாடு பார்டர் போயிட்டு அதுக்கான எப்படி? அல்ல, வாளையார்லயும் இந்த அங்கெல்லாம் ரொம்ப செக்கிங் ரொம்ப பிரச்சனை. நம்ம பேசிக்கலாம் தமிழ்நாட்டுக்காரங்க பேசிட்டு போய்க்கலாம். அப்ப சாப்பாடுக்கெல்லாம் என்ன பண்றீங்க? சாப்பாடு போற வழியில எதனா கடை திறந்தா ஏதாவது பிஸ்கெட் வாங்கி தின்னு போக வேண்டியதான். இருந்தாலும் நம்ம ஒரு ஜெயில இருக்கிற மாதிரி ஒன்றும் செட் ஆகும்.
குழந்தைங்களாம் பிள்ளைங்க எல்லாம் வீட்டில் விட்டுட்டு நம்ம எல்லாம் எதாக இருந்தாலும் நீ பட்டினியாக இருந்தால் நடந்தே வந்தாலும் வந்துருப்பா வீட்டில் பேசிக்கலாம் அப்படின்ட்டாங்க. அப்படின்னு சொல்லிட்டு நடக்காங்க. கும்பல் எல்லாம் ஒரே இடமா இப்படி? அப்ப இங்க லோக்கல் இந்த கவர்மெண்ட் அவங்க அப்படி பேசலாம் இல்லையா? அவங்க ஹெல்ப் பண்ற மாதிரி ஏதாவது சொல்லலையா? இருந்தாலும் நம்ம புள்ள குட்டியை விட்டுட்டு இங்க தனியா இந்த ஊர்ல இருக்கிறோம்னு பயப்படுறீங்க. 10 நாள் சும்மா இருந்துட்டோம். இந்த மாதிரி ஒரு சிச்சுவேஷனுக்கு முன்னாடி வந்திருக்கா? பயம் இருக்கு அவங்களுக்கு? கொரோனா பயம் கிடையாது. அப்புறம் வீட்டுல எல்லாம் குடும்பத்தோட போயிருக்கலாம். எதனாலும் அப்படியே குடும்பத்தோட இருந்தா பிரச்சனை இல்லைங்களா? இங்க நாங்க தனியா எங்க பிள்ளைங்க தனி கொண்டாடி தனிங்களா இருந்தீங்களா எப்படி கிளம்புறோம். ഇതെന്താ ഇവിടെ വയ്ക്കാൻ വേണ്ടിട്ട് വന്നു ചെടിയോ? കൊറോണ കാലത്ത് ചെടി വയ്ക്കലൊക്കെ ഉണ്ട് മലയാളികളല്ലേ അല്ലേ? വൃത്തിയാക്കി. അപ്പൊ ഈ വീട്ടിലെ കുടുംബം ഫോണൊക്കെ വാങ്ങിക്കുന്ന അവർക്കൊക്കെ മാനസിക അവസ്ഥ എങ്ങനെയാ? പത്തനംതിട്ട ജില്ല ഇപ്പൊ കുറവായി. ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെയാണ് അധികം വരുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ ഇതുപോലത്തെ സംഭവം ഉണ്ടായിട്ടില്ല. കൊറോണയുടെ പേടിയുണ്ടോ? ഭയമുണ്ട്. പിന്നെ ഈ ആൾക്കാരെ ഒക്കെ കാണാതെ ഇങ്ങനെ വിജനമായി അവിടെ ഇരുന്ന് കഴിഞ്ഞാല് ആൾക്കാരെ ബുദ്ധിമുട്ടില്ല. എന്താണ് ഈ കൊറോണ ലോക്ക്ഡൌൺ? വീട്ടിൽ തന്നെ ഇരിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ വീട്ടിൽ അടഞ്ഞിരുന്ന് ജോലി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താണ് പിന്നിപ്പോ എത്ര ദിവസമായി ഇപ്പൊ വീട്ടിൽ ഇവിടെ തന്നെ? 10 ദിവസമായ? ഒരാഴ്ചയായി? അപ്പൊ മാസ്ക് ഒന്നും ഇല്ലേ? കൈയൊക്കെ കഴുകുന്നുണ്ടോ? മാസ്ക് ഇടുന്നുണ്ടോ? ഇപ്പൊ ഒരു ഏപ്രിൽ വരെ ഇങ്ങനെ നീണ്ടു പോകും. അപ്പൊ എന്താണ് നീ ഭക്ഷണത്തിനൊക്കെ ചെയ്യാ? പൈസ ഉണ്ട്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മുനിസിപ്പാലിറ്റിന് അവര് വന്ന് ഭക്ഷണമൊക്കെ തരുന്നുണ്ട്. അരി സാധനങ്ങൾ തരും, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. എല്ലാരും തന്നെ വെച്ച് കഴിക്കണം. ഇപ്പൊ ജോലി പോകാൻ പറ്റുന്നില്ല, വീട്ടിലിരിക്കണം, പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താ മനപ്രയാസം വല്ലതും ഉണ്ടോ? എന്താ ഇത് 10 ദിവസമായില്ലേ? 15, 20, 25 ദിവസം ആകുമ്പോ എന്താ സ്ഥിതി? മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷനെ പറഞ്ഞു ഇവിടെ മതി, പുറത്തു വേണ്ട, അവിടെ വാസന അപ്പു ഒക്കെ ഇവിടെ കൊണ്ടുപോകാം. അത് കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ ഇരുന്നാൽ അതിന് രോഗം നമുക്കും വരില്ല, മറ്റുള്ളവർക്കും പോകില്ല. ഇതെന്തായാലും നിർബന്ധമായിട്ട് ഇരിക്കുക തന്നെ വേണം. ശരി, ഇപ്പൊ ഭക്ഷണം കഴിച്ചോളൂ. ശരി കേട്ടോ, നമസ്കാരം. വായിക്കാൻ വേണ്ടി വന്നത്. ഇതിങ്ങനെ തുടർന്ന് നീണ്ടുപോയാൽ എന്തായിരിക്കും ബുദ്ധിമുട്ടാണ്. പേടിയുണ്ടോ കൊറോണ? ശ്രദ്ധിക്കല്ലേ? അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നിങ്ങൾ ഏത് ഓർഗനൈസേഷനിലാണ്? യൂത്ത് ലീഗിന്റെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഫോൺ ചെയ്തിട്ട് അവർക്ക് മരുന്നുകൊണ്ടേ കൊടുക്കലാണ് ഇങ്ങനെ? എല്ലാവർക്കും കളക്ട് ചെയ്തിട്ട് ഫോൺ ചെയ്ത് ചോദിച്ചവർക്ക് ഭയമുണ്ടോ? ഭയമുണ്ടോ? ഭയപ്പെട്ട കാര്യം നടക്കുമോ?
ഭയമുണ്ടോ? ആശങ്കയുണ്ടോ? നിക്കണം, കൂടി നിക്കരുത്. എനിക്ക് പണി തരും. നിങ്ങളുടെ ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണമൊക്കെ ഞങ്ങൾ അധികം വീട്ടിൽ തന്നെ കഴിക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ സാനിറ്റൈസറിന്റെ കയ്യിലൊക്കെ ചിലര് പറയുന്നല്ലോ ബിവറേജ് ഒക്കെ അടച്ചു. അപ്പൊ വിവരം ബിവറേജ് ഒക്കെ അടച്ചു. അപ്പൊ ഇത് കിട്ടുന്നില്ല. അപ്പൊ അതിന് വെപ്രാളാണ്, പ്രശ്നമാണ്. ചിലര് ഡോക്ടർമാർ എഴുതി കൊടുക്കുക. അപ്പൊ അതൊരു ഫ്രോഡ് പോലെ ഇന്നലെ അപ്പൊ ഈ സമയത്ത് മയക്കുമരുന്ന് കണ്ട അത്ര സാധനങ്ങൾ വ്യാപകമായിട്ട് വരാൻ സാധ്യതയില്ല. ആൾക്കാർക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ട് കുടിച്ചോണ്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് കുടിക്കാതെ വീട്ടിൽ അവർക്ക് വെപ്രാളം ജസ്റ്റ് ഇവിടെ വരാണ്ട് ടെൻഡൻസി കാണിക്കാറുണ്ടോ? വൈകുന്നേരം സമയത്തൊക്കെ വരാറുണ്ടോ? ആരും വന്നിട്ടില്ല. ഇറങ്ങലില്ല. അതന്നെ. അപ്പൊ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ അതെ. അപ്പൊ ആദ്യം വിഷമൊക്കെ ഉണ്ടോ? കൊറോണക്ക് ഭയമുണ്ടോ? പേടിയില്ല. അപ്പൊ അവരോ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങണില്ല. ഈ ജോലിക്ക് പോകാൻ പറ്റാതെ അടഞ്ഞുകൂടി പുറത്ത് നടക്കാനും ജനങ്ങളെ കാണാനും മിണ്ടാനും ഒന്നും പറ്റാത്ത ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ട്? ആളുകളെ കാണുന്നതുകൊണ്ട് അടുത്തടുത്ത് വീടുകളുണ്ടായാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. ടൗണിലേക്കൊക്കെ നമുക്ക് പച്ചക്കറി എന്തെങ്കിലും നമ്മളത് കഴിഞ്ഞാല് നമ്മൾ തൊട്ട് മുകളിൽ കുറച്ച് കടകളുണ്ട്. ആ കടകളിൽ നിന്ന് വാങ്ങിയ ജോലി ഇല്ലാതെ വരുമ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ നമ്മളിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് നല്ലതുണ്ട്. ഇപ്പൊ നമ്മള് അരിശ്ശേരിങ്ങനെ പോവാനാവും. നമസ്കാരം. ഇപ്പൊ കൈ കൊടുക്കാൻ പറ്റില്ലോ? നമസ്കാരം പറയും. നല്ല ഭംഗിയുണ്ട് ഒരു പാർസലൊക്കെ. ഇവിടെ പാർസലൊക്കെ ഉണ്ടല്ലേ? ഉമ്മ, ഈ കോവിഡ് എന്ന് പറഞ്ഞ അസുഖം ഇതിന് നിങ്ങളുടെ ഓർമ്മയിൽ ഇതുപോലെ വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യ മൊത്തം ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? അതിനു മുന്നേ കേട്ടറിവെങ്കിലും ഉണ്ടോ? ഉണ്ടായിട്ടേ ഇല്ല. ഭയമുണ്ടോ? ഭയം തോന്നുന്നുണ്ട്. എന്താ നടക്കണം? എന്താ ഭയം? നമ്മളെല്ലാരും ഇപ്പൊ വീട്ടിന്റെ അകത്ത് അടച്ചിരിക്കാൻ പറയുന്നു. അങ്ങനെ അടച്ചിരിക്കുമ്പോ പ്രായമായ ഞങ്ങളെ പണ്ട് സുഖമില്ലാത്തയാണ്. ഒരു പുറത്ത് കറക്കല്ല. ഇവൾക്കിപ്പോ സുഖമല്ല, ഇവൾക്കിപ്പോ കുഴപ്പമില്ല, മാറി വരുന്നുണ്ട്. ഗോളി ഇറക്കും. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ പോയി കൊണ്ടുവരും. അപ്പൊ അതിനും ബുദ്ധിമുട്ട് തന്നെ അല്ല. ഇപ്പൊ മണിക്കൂർ ദിവസം പോകാൻ പറ്റൂലല്ലോ. എന്താണ് കോവിഡ് വന്നിട്ട് പുറത്തിറങ്ങി കളിക്കാൻ വിടാതെ വീട്ടിനകത്ത് എന്താ തോന്നണത്? ബുദ്ധിമുട്ടുണ്ടോ? അതിനകത്ത് തന്നെ കളിക്കാണ് അല്ലേ? പുറത്തേക്ക് കൂട്ടുകാരികളൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടോ? പറയേ. എങ്ങനെയാ വരുമാനം കാര്യങ്ങളൊക്കെ? ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങാടി പുറത്ത്
കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഉറക്കൊന്നുമില്ല അല്ലേ? ബ്യൂട്ടീഷ്യൻ പൂട്ടണം എന്നൊക്കെ പറഞ്ഞു, ബ്യൂട്ടി പാർലറൊക്കെ പൂട്ടണം, പല രോഗികളൊക്കെ വരുന്നത് കൊണ്ട്. കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈറസ് വരും എന്നൊക്കെ പറഞ്ഞ അസുഖമൊക്കെയാണ് ഇപ്പൊ പത്രമാധ്യമങ്ങൾ ടിവിയിലൊക്കെ തന്നെയാണല്ലോ. എന്താണ് ഭയമുണ്ടോ? ഭയം തന്നെ. കുട്ടികളൊക്കെ വളരണ്ടല്ലേ, നമ്മുടെ ജീവിതം എങ്ങനെയാ കഴിഞ്ഞു പോയി മക്കൾ വളരുന്നു. ഇപ്പൊ ജോലിക്കും പോകാൻ പറ്റുന്നില്ല, അവനവന്റെ ആരോഗ്യ പ്രശ്നം. ഇതിപ്പോ എന്താ തൊട്ടടുത്ത് നിൽക്കാനും പറ്റില്ല, 1 മീറ്റർ അകലെ നിക്കണമെന്നൊക്കെയല്ലേ പറയണത്. അപ്പൊ കുട്ടികളൊക്കെ അതനുസരിക്കുമോ? അനുസരിക്കുന്നുണ്ട്. അതിപ്പോ വല്ലാതെ പുറത്തേക്ക് പോകണമെന്നില്ല. ഇപ്പൊ കൊറേ ദിവസം നീണ്ടുപോയാൽ അവസ്ഥ എന്തൊക്കെയാണ്? ആശങ്കയോ വ്യാകുലതൊക്കെ ഇല്ലേ? ഇപ്പൊ ആരും വീട്ടിൽ ചെലവിന് കൊടുക്കുന്നത് ആശങ്കയില്. ഇത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 4-ാം വാർഡ് വലിയങ്ങാടി വാർഡാണ്. അതിവേഗം നഗരവൽക്കരണം നടത്തുന്ന ഒരു പ്രദേശമാണ്. ഷിഫ കോളനി എന്നാണ് ഈ കോളനിയുടെ പേര്. ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. കോവിഡ് പ്രശ്നത്തിൽ ജോലിക്ക് പോകാൻ കഴിയാം. അവര് ഇങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 തവണ ഭീകരമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായ സ്ഥലമാണ്. അതെ. അപ്പോ ഈ 2 വെള്ളപ്പൊക്കക്കാലത്തും അവർക്ക് യാതൊരു പ്രിക്കോഷൻസും എടുക്കാൻ സാധിച്ചില്ല. വളരെ പെട്ടെന്നാണ് വെള്ളം കയറിയത്. അതുകൊണ്ട് വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ നശിച്ചു. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും കിട്ടിയ സന്നദ്ധ പ്രവർത്തനം വഴിയൊക്കെ സമാഹരിച്ചിട്ട് അവർക്ക് കൊടുക്കുകയും ബെഡ്, പായ്, തലയിണ, വസ്ത്രങ്ങൾ ഒക്കെ അങ്ങനെ കൊടുക്കുകയും ചെയ്തു. കോവിഡ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലാണല്ലോ കുറേ വരുന്നതും, പിന്നെ ഓരോ ചിലർ ബുദ്ധിയില്ലാതെ യാത്ര ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പോയിട്ടൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അവർക്ക് ധാരണയുണ്ട്. അതുണ്ട്, ധാരണയുണ്ട്. ഒരു സാമൂഹ്യ വ്യാപനം പറയാനുള്ള മുൻകരുതൽ എല്ലാവരും ബോധവാന്മാരാണ്. അപ്പൊ ഇവിടെ ഈ വെള്ളം വന്നപ്പോ ഈ മതിലിന്റെ ഒക്കെ മുകളിൽ ഈ ചുമരിന്റെ ഒക്കെ മുകളിൽ ഉണ്ടായിരുന്നു വെള്ളം. വെള്ളക്കെട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ഭീകരമായിരുന്നു. എല്ലാ സാധനവും കിണറുകൾ, കംപ്ലീറ്റ് കിണറുകൾ മൂടിക്കിടക്കുന്നു. കിണറുകളൊക്കെ പിന്നെ നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം അടിച്ചു കളഞ്ഞ് റീച്ച് ചെയ്തിട്ടൊക്കെ ശുദ്ധീകരിച്ച് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും. റെഡിയാക്കി വെച്ചതാണ്. ഇത് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുള്ളതല്ലേ? ഇത് എവിടെ ആരാണ് ഏർപ്പാടാക്കുന്നത്? അവിടെ നിന്ന് നല്ല ഭംഗിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് കൊടുക്കാനായിട്ടുള്ളത്. കൊറോണയുടെ കാര്യം വല്ലതും പറയാനുണ്ടോ? എല്ലാരും കമ്മിയായി. ഈ കൊറോണ സീസണൊക്കെ ആയിട്ട് ഈ ആൾക്കാരുടെ വരവും കുറവ്, ജോലിയും കുറവ്, 5 മണിക്ക് കട പൂട്ടൊക്കെ വേണം, വീട്ടിൽ തന്നെ നിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഓർമ്മയില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും, അച്ഛനമ്മമാര് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതല്ലേ? അപ്പൊ മാർക്കറ്റിലൊക്കെ നമ്മൾ ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോ പിള്ളേര്, ഭാര്യ, അവരൊക്കെ കൊറോണയും പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോ ഭയപ്പെടുന്നുണ്ടോ? നമ്മൾ കുളിച്ച് ഫ്രഷായിട്ടാണ് വീട്ടിലേക്ക് കയറാറ്. അപ്പൊ അവര് ക്വാറന്റൈനാണ് പലരും വരുന്നതല്ലേ? വരുമാന മാർഗം ഇതാണല്ലോ. അതെ, വരുന്നതാണ്. ഇതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ വാതിൽ അടച്ചിട്ട് ഇരിക്കണം, നമ്മള് കാരണം മറ്റവർക്ക് ഇതിന്റെ മുമ്പൊന്നും അങ്ങനെ കേട്ടിട്ടന്നെയില്ല അല്ലേ? അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. അതെന്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? സംഭവം ഉണ്ടായിട്ടുണ്ട്.
വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം, പുറത്ത് വരുമ്പോൾ രോഗമൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വെക്കേഷൻ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് നല്ല പണിയും ഉണ്ടാവും, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ. അതൊക്കെ എങ്ങനെയാ അപ്പൊ മാനേജ് ചെയ്യുന്നത്? അതൊന്നും കുഴപ്പമൊന്നുമില്ല. അമ്മയുണ്ട് അവിടെ, പണിയൊക്കെ എടുക്കും. പിന്നെ പുറത്തുനിന്ന് കുട്ടികൾ പോകാൻ പറ്റാതെ അടച്ച് വീട്ടിൽ കുട്ടികൾ 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്തു. ഭർത്താവ് ഇല്ല. കുഴപ്പമൊന്നുമില്ല. ഇതെന്താ സംഭവം? എന്റെ വയറിലാക്കുന്നത് കൊറോണയെ കുറിച്ച് ഈ രാവുപാൽ ഇവിടെ ഡ്യൂട്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം നാട്ടുകാർക്ക് ഈ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ മാറി നിൽക്കണമൊക്കെ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്? നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം വെച്ചിട്ടുണ്ട്. എല്ലാ സഹകരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ആൾക്കാർ വരും, മാസ്ക് വെച്ച് കൊടുക്കുന്നു. മാസ്ക് ചെയ്ത സാമ്പിൾ ഉണ്ടോ? ഷോപ്പിലാണോ? ഓക്കെ. നമുക്കിപ്പോൾ ഫയർ ആക്സിഡന്റ് വളരെ കുറവാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫുൾ ടൈം കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മള് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഒരു വളണ്ടിയേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് വളണ്ടിയേഴ്സ് ആണ്. അവരും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് ഞങ്ങൾ ഈ അണുനശീകരണ പ്രവർത്തനമാണ് കൂടുതൽ നടത്തുന്നത്. ആരോഗ്യ വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ തരുന്നത്, ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ തരുന്നത്. എന്നിട്ട് ഞങ്ങൾ ആ വാഹനം ഉപയോഗിച്ചിട്ട് അതിലത് ആഡ് ചെയ്തിട്ട് ടാങ്കിൽ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതുപോലെ തന്നെ നമ്മളെ കോവിഡ് ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൂടുതൽ ആളുകൾ വരുന്ന ലിക്വിഡ് ഫോം ആണ്. അത് പക്ഷെ നമ്മൾ അടിക്കുന്ന സമയത്ത് അത് സ്മോക്ക് ഫോമിൽ മാറുകയാണ്. അപ്പൊ അവിടെ സ്പ്രേ ആണ് അത് അവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ വാഹനം ഫയർ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട, വെള്ളമടിച്ച് ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങളിൽ ഞങ്ങൾ വെള്ളമടിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അതിനുശേഷമാണ് അവിടെ ക്ലോറിനേഷൻ നടത്തുന്നത്. അല്ലാത്ത നോർമൽ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ക്ലോറിനേഷൻ മാത്രമാണ് നടത്തുന്നത്. ഞങ്ങളിപ്പോ ഞങ്ങള് ഫയർഫോഴ്സും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസും ഒക്കെ ഗ്ലൗസും മാസ്കും ധരിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. ബോഡി ടച്ച് പരമാവധി ഒഴിവാക്കുകയാണ്. സ്വന്തം ആരോഗ്യത്തിന് നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ്? ക്രൂ മെമ്പേഴ്സിന് ഞങ്ങള് പരമാവധി സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് മാനസികമായിട്ടുള്ള അവസ്ഥ അവർക്ക് ഞാൻ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അവരോട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫുൾ ടൈം ഈ രോഗികളെ കൂടെ ഇടപഴകുന്നതാണ്. ഞങ്ങൾ ഗ്ലൗസും മാസ്ക് തന്നെയാണ് ഞങ്ങൾ ധരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഇട്ട് കഴിയുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവര് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്
അപ്പൊ ഞങ്ങളവിടെ സമാധാനിപ്പിക്കാറുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇത് ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ കൂടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാതിരിക്കാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യത്തിന് തന്നെ പിന്നെ വന്നു ചേർന്ന ഈ വിപത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ എല്ലാവരും സഹകരിക്കണമെന്ന് ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലും ഞങ്ങളുടെ ഇടയിൽ ഹോംഗാർഡുകളൊക്കെ ഉണ്ട്, ഹിന്ദി അറിയണ, ഭാഷ അറിയണ. അപ്പൊ അവരുപയോഗിച്ചിട്ട് ഞങ്ങൾ അവർക്കും ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഞങ്ങൾക്കും വീട്ടുകാർക്കൊക്കെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് വന്നത്? 19 എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങള് ഇവിടെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് എങ്ങനെയാ അതിന്റെ പ്രോസസ് ഇതുവരെ സംഭവിച്ചതൊക്കെ പറയും. അവരെ കൂടെ ഉണ്ടോ? അവിടെ അത് ശരി. നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും അച്ഛനമ്മമാർ പറഞ്ഞിട്ട് അങ്ങനെ വരെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ 14 വരെ നീട്ടുകയും ചെയ്തു. അപ്പൊ ഈ വീട്ടിൽ തന്നെ ഇരിക്കുക, അയൽവക്കത്ത് ആൾക്കാരായിട്ട് പോകാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു മാനസിക വിഷമം ഉണ്ടോ? അത് നമ്മുടെ ഭാവിയിൽ ഇനി എന്തൊക്കെ ആവും, കാര്യങ്ങൾ എങ്ങനെയാവും. ഇപ്പൊ എന്തായാലും 12 ദിവസം ആയപ്പോ 2-3 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു സമാധാനത്തിലായിരിക്കും. അത് കഴിഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആരോഗ്യക്കാർക്ക് അറിയോ ഇങ്ങനെ ക്വാറന്റൈനിലുള്ളത്? അവര് വന്നിരുന്നു. നമസ്കാരം സാർ. സാർ KPCC മെമ്പറൊക്കെയാണ്, ഈ നാട്ടുകാരനും കൂടിയാണ്. ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ എന്താണ് ഈ ജനങ്ങൾ പുറത്തേക്കൊന്നും വരാൻ പാടില്ല, 144 ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ്, കൊറോണ വൈറസാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടപഴകുമ്പോഴും ഈ ജനങ്ങൾ നിങ്ങളോട് പരാതിയായിട്ട് വരുമ്പോഴും അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അല്ല, നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം വളരെയേറെ ഭീതിയോടെയാണ് ഇന്ന് ഈ വൈറസിനെ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വളരെയേറെ ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ നിയമപാലകരും പറയുന്ന അതേ കാര്യങ്ങളൊക്കെ അവരനുസരിച്ചുകൊണ്ട് ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെയാണ് അവരിവിടെ കൈവരുന്നത്. ഈ ആളുകൾ മുഴുവൻ ആളുകളുടെ സഹകരണത്തോടെ തന്നെ നമുക്ക് ഈ വൈറസിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറും ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിചാരിച്ചാൽ ഇതിനെ നേരിടാൻ സാധിക്കില്ല. ജോലിയില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഈ കൂട്ടത്തിലുണ്ടാവുമല്ലോ, അവര് ജീവിക്കാനും ഇത് അതിജീവിക്കാനും അവർക്ക് ഭാവിയെ കുറിച്ചുള്ള ആകുലതകളൊക്കെ കാണുമല്ലോ. ആളുകളൊക്കെ വളരെയേറെ വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയം തന്നെയാണ്. പക്ഷേ നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ നഗരസഭ അതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ, മറ്റുള്ള സന്നദ്ധ സംഘടനകൾ, മറ്റുള്ള ആളുകളൊക്കെ വളരെയേറെ സഹായങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോകുന്നുണ്ട്. റിലീഫ് പ്രവർത്തനം നടക്കുന്നു. നാട്ടുപുറത്താണെങ്കിലും ടൗണിലാണെങ്കിലും ഒക്കെ ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നാട്ടിൽ നിന്ന് എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും സംതൃപ്തരാണ്. ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ റൂൾസ് ഒക്കെ പാലിച്ച് ഇത് തടഞ്ഞ് നമ്മൾ അതിജീവിക്കും തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അതുപോലെ തന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സാമുദായിക സംഘടനകളും സന്നദ്ധങ്ങളും ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ വൈറസിനെ അതിജീവിക്കും, ഈ പ്രതിസന്ധി അതിജീവിക്കുമെന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. നമസ്കാരം. ചക്കയാണ്. ചക്ക ഇവിടെ തന്നെയാണോ? അത് ശരി. ഇതെന്താ പരിപാടി? പശുക്കൾക്ക് ഇട്ട് കൊടുക്കണം. ചക്കച്ചോളകളൊക്കെ പറിച്ചെടുത്തിട്ട് ബാക്കി. അപ്പൊ ഞാൻ വന്നത് ഈ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറസിന്റെ പ്രശ്നം കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പാടില്ല, ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കെട്ടിട്ട് വേണം നടക്കാനായിട്ട്, അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ. ഇത് ആദ്യമായിട്ടാണോ കേൾക്കുന്നതിന് മുന്നേ ഇതുപോലെ കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? അപ്പൊ എന്താ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവൊക്കെ വരുമ്പോ നമുക്ക് അനുസരിക്കാതിരിക്കാനും തരവില്ല, പുറത്തിറങ്ങാനും പറ്റില്ല. വീട്ടിലെല്ലാരും ഇതിനകത്ത് തന്നെയല്ലേ, പുറത്തേക്ക് പോകുന്നില്ലല്ലോ? കൊറോണ എന്ന് പറഞ്ഞ വൈറസാണ്, കണ്ണില് കാണുന്നില്ല. എന്ത് വസൂരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് വലിയ പ്രശ്നമില്ലെന്നാണ് അമ്മ പറയുന്നത്, കാരണം കാണുന്നില്ലല്ലോ. കൊറോണ TV-ലാണ് ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ടുകൊണ്ട് വരുന്നത്, അല്ലാതെ കണ്ണില് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഭയപ്പെടണ്ട അല്ലേ? ഭയണ്ട, വേഗം പഠിക്കില്ലേ.
പിന്നെ ഇപ്പൊ ഈ കോവിഡ് ഈ കൊറോണ വൈറസിന് പ്രശ്നം കാരണം ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം, കടയിൽ കടച്ചിരുന്നൊക്കെ. ആ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല, നല്ലതാണ് സർ. എന്ത് അസുഖം വന്നോട്ടേന്നാണോ? പിന്നെ നമ്മൾ സൂക്ഷിച്ചാൽ നല്ലതാണ്. ഓക്കെ ഓക്കെ. ഞാനൊരു ക്യാൻസർ ഉണ്ടായിട്ട് മാറിയ ആളാണ്. ഓക്കെ, പറയൂ. EMS എന്നാണ് ഓപ്പറേഷൻ ചെയ്തത്. കൊറോണയെ കുറിച്ച് ഈ ടിവിയിലും മറ്റൊന്നും കേട്ടറിവും കണ്ടറിവും വെച്ചിട്ട് ആകുലതയുണ്ടോ? എനിക്കൊരു വേജാറില്ല. നമുക്ക് കിട്ടുന്നു, നമ്മുടെ വീട്ടുകാർക്ക് വരുന്നു, നാട്ടുകാർക്ക് വരുന്നു. ഈ കുട്ടികൾ ഈ സ്കൂള് കൂട്ടിയിട്ട് കളിക്കാൻ പറ്റാതെ ആദ്യം വിടില്ല, അത് ഈ അസുഖം വന്നതിന് ശേഷം രണ്ടുമില്ല. പുറത്തൊക്കെ പോയിട്ടുള്ള പ്രശ്നം. കൊറോണയെ കുറിച്ച് ഈ ടിവിയിലും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെതായ ഒരു 10-20 ദിവസം മാറി താമസിക്കുന്ന ഒറ്റയ്ക്ക് ഇരുന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ലേ? നമുക്ക് നല്ലത്, നമുക്ക് നാട്ടുകാർക്കും ഒക്കെ നല്ലത്. പിന്നെ ഈ ജോലി ചെയ്യാതിരിക്കുന്ന നമുക്ക് സമ്പാദ്യം വരുമാനം മുടങ്ങുന്നു, പിന്നെ ഭാവി ജീവിതം എന്താവും എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിനായാലും പുറത്തും ജോലി ചെയ്യാൻ വന്ന ആൾക്കാരായാലും ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് ഭക്ഷണം കിട്ടാനൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഒരു ഫിക്സഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഒരു ബിവറേജൊക്കെ അടിച്ചല്ലോ, അപ്പൊ ഇങ്ങനെ മദ്യമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും വീട്ടിലുണ്ട്, പുറത്തു പോകാൻ പറ്റാത്ത കൊണ്ട് ഈ മയക്കുമരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സിഗരറ്റ് വലിയ വീട്ടിലിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ വീട്ടിലിരിക്കാൻ കുറവാണ്, മാനസികമായിട്ട് വിഷമമാണ്. ചിലരൊക്കെ വളരെ ഡിപ്രഷനിലേക്ക് പോകണമെന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നത്. അതിനെക്കുറിച്ച് എന്തായിട്ട്? എല്ലാവരും അങ്ങനെയല്ല, 1-2 ആൾക്കാർ മാത്രം. നമ്മളിപ്പോൾ സ്വന്തം ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ചുമതലയാണ് ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുള്ളത്. സാധാരണക്കാരായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും അതിന് സേവനത്തിൽ പണിയെടുക്കുന്നവരാണെങ്കിലും ഒക്കെ അവനവൻ്റെ ആരോഗ്യം നോക്കണം, മറ്റുള്ളവർക്ക് ആരോഗ്യം അസുഖം വരാതെ നോക്കണം. ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് സാറ് എന്താ പറയുന്നത്? തീർച്ചയായും നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് തന്നെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ നമ്മുടെ ന്യൂസ് പേപ്പറിലും മീഡിയയിലുള്ള സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ TV മാധ്യമങ്ങളുടെ ന്യൂസ് വെച്ച് നോക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിന്റെ സംഭവം. ഇതിന്റെ ഒരു ഗ്രൂപ്പിന്റെ ലെവലിൽ വളരെ സീരിയസ് ആയിട്ട് മറ്റ് രാഷ്ട്രീയങ്ങളൊക്കെ തോന്നും. നമ്മളത് വെച്ച് നമ്മുടെ ഫീൽഡിൽ നിന്ന് പോലീസ് ഫോഴ്സ് നിലനിൽക്ക് നമുക്ക് നമ്മുടെ സേഫ്റ്റി ഉപയോഗിച്ച് നമ്മുടെ പബ്ലിക്കിന്റെ സേഫ്റ്റിയിലാണ് നമുക്ക് നമ്മുടെ പാരന്റ്സ് ഫാമിലി മഴയൊക്കെ വരെ പുറത്തിറങ്ങണം. പേടിയാണ്, നമ്മളെല്ലാം കോണ്ടാക്ട് ചെയ്തു. പക്ഷേ നമുക്ക് വെക്കാൻ പറ്റില്ല, കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പുറത്തിറങ്ങുന്ന പബ്ലിക്കിനെ പോലെ നമ്മൾ പുറത്തിറങ്ങുന്ന സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങും. ഈ രോഗം മറ്റ് പലരും വളരെ വിളിച്ചാൽ പോലീസിന്റെ ഈ ആക്ഷന്റെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ പേടികൊണ്ടായിരിക്കാം ജനങ്ങളുടെ റൂട്ടിൽ ഇറങ്ങാതിരിക്കും. ഇറങ്ങാതിരിക്കുന്നതിനാണ് ഈ ലോകത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നിയമം ലംഘിച്ചുകൊണ്ട് ഡോക്ടറെ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നുള്ളൂ. കുറച്ച് ഭാഗം മാത്രം പരമാവധി ആൾക്കാർ സഹായിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യക്ഷതക്ക് വരുന്നില്ല, സ്വന്തം ഉള്ളിലുണ്ടായിരിക്കും. ചില കാര്യം എന്താ പറയാ സിംറ്റംസ് വരുന്നുണ്ടാവുള്ളൂ. പ്രത്യക്ഷത നമുക്ക് കേസ് നമ്മൾ ഒരു കൂട്ടം ജനങ്ങളോട് പുറത്തിറങ്ങുന്നത് അസുഖം പകരും, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നോക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് സമൂഹം സേവിക്കാനായിട്ട് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴെങ്കിലും ഇതിപ്പോ നമ്മൾ ഇത്രയും പേരെ ഞാൻ മീറ്റ് ചെയ്തല്ലോ, എനിക്ക് അസുഖം വരുമോ, അങ്ങനെ ആകുലതൊക്കെ ഉണ്ടാവില്ലേ? അതിനെന്തൊക്കെയാണ് പേഴ്സണലി ചെയ്യുന്നത്? എന്റെ ഫാമിലി ഇവിടെ ഇല്ല, ഞാൻ ഒറ്റക്കാരാണ്, ഫാമിലി പാലക്കാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റേ അത്ര സമാധാനമുണ്ട് ഫാമിലി. കാരണം നമ്മളിപ്പോ മറ്റുള്ളവരെ ഇടപഴകിയതിന് ശേഷമാണ് നിൽക്കുന്നത്.
അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യത കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ ഫാമിലി ഇല്ലാതെ ഒരുപക്ഷെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് 144 ഉള്ള സ്ഥിതിക്ക് ഈ ക്വാറന്റൈൻ സമയത്ത് വീട്ടിലിരിക്കണം, പുറത്തു വരരുത്, ഈ അസുഖം വരാതിരിക്കാനായിട്ട് കേരള പോലീസും ഈ ഹെൽത്തിലെ ആൾക്കാർ വളണ്ടിയേഴ്സും ചെയ്യുന്നതൊക്കെ പൊതുജനങ്ങളെ ദിവസം കാണുന്നുണ്ട്. അത് എത്ര പറഞ്ഞാലും നന്ദി നമ്മൾ അറിയിക്കുകയാണ്, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അറിയിക്കുകയാണ്. എന്നാൽ ഈ ഒരു മഹാമാരി സാധനം വരുമോ എന്നുള്ള ആശങ്കയും ഭയവും ഇപ്പോൾ 14 days കൂടെ കൂടുതലാക്കി. അപ്പോൾ ഒരു മാനസിക ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടോ? ഇപ്പോൾ വീട്ടിലിരിക്കണം, ഈ അസുഖം വരും, പൈസയില്ല, ജോലിയില്ല, പുറത്തു പോകാൻ പറ്റില്ല, മദ്യമില്ല, ഇനിയിപ്പോൾ നാളെയും ഒരു 10 ദിവസം കഴിഞ്ഞ മക്കളെ എങ്ങനെ നോക്കും എന്നുള്ള ഒരു ടെൻഷൻ കാര്യങ്ങൾ പലരും ഇങ്ങനെ കോളൊക്കെ ചെയ്ത് പറയാറുണ്ട്. അങ്ങനത്തുള്ള ഞാൻ കുറച്ച് മദ്യം കഴിക്കുന്നത് നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമേ അല്ലാതെ അത്തരത്തിലൊരു കണ്ടിട്ടില്ല. ഫീൽഡ് പോകുമ്പോൾ കുറച്ച് കുറവാണ് സൂപ്പർവിഷൻ്റെ നിങ്ങളുടെ മുഖം മാസ്കിടാതെ പിടിച്ചിട്ടുണ്ട്. എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ തൃശ്ശൂരാണ്. നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ കയറ്റി വന്നത് മദ്യമാണ്. വാഹനങ്ങൾ കിടക്കുന്നതൊക്കെ മദ്യമാണ് അല്ലേ? ഇതൊക്കെ മദ്യമാണ്. എന്തൊക്കെ മദ്യമാണ്? പല കമ്പനിയും അപ്പോഴാണ് ഈ ബിവറേജ് ക്ലോസ് ചെയ്യണമെന്നൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നു. കൊറോണയാണ്, പുറത്തേക്ക് ഇറങ്ങാറില്ല, വണ്ടിയിൽ മാസ്ക് ഒക്കെ ഇടലില്ലേ? ഇതുവരെ രാവിലെ ഫ്രഷാക്കിട്ട് മാറി മാറി എടുക്കണം. 2-3 മേടിച്ചു വെച്ചേക്കാണ്. നമുക്ക് അതുകൊണ്ട് തടസ്സങ്ങളൊന്നുമില്ല. ഭക്ഷണം ഇപ്പൊ അവര് കൊണ്ടുതരുന്നു. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ ബിവറേജിലേക്ക് ഇറക്കേണ്ട മദ്യക്കുപ്പികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതാണ് നമ്മുടെ തൊഴിൽ. അപ്പൊ അത് തൊഴിലും മുടങ്ങി. ഇപ്പൊ കോവിഡ് എന്നുള്ള ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ? അപ്പൊ ജോലിക്ക് പോകാൻ പറ്റില്ല, പൈസ ഇല്ല, ഭക്ഷണം ജീവിക്കണല്ലോ, കുടുംബം ജീവിക്കണല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ, ആകുലതകളാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് എങ്ങോട്ടും പോകില്ല. ജസ്റ്റ് എന്തെങ്കിലും കടയിൽ സാധനം മേടിക്കാണെങ്കിൽ പോകും. നമ്മൾക്ക് വീട്ടിൽ പോവാ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞാൽ അവിടെ അടുപ്പിക്കില്ല, അവിടെ വന്ന് വീട് വരാൻ അയക്കില്ല. അതുകൊണ്ട് വീട്ടിൽ വന്നാൽ കൂടെ 15 ദിവസം നമുക്ക് നിക്കണം. കാരണം നമ്മുടെ നാട് പല സ്ഥലങ്ങളിലും കറങ്ങി വന്നതാണ്. അതും പോയി. അപ്പൊ ഞങ്ങൾക്ക് അവര് വീട്ടിൽ നിന്നൊക്കെ വിളിക്കുകയും അവർക്ക് ടെൻഷനും കാണുമല്ലോ. പിന്നെ അവരിരുന്ന് ടി വി കാണുമ്പോ ടി വിയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല സ്ഥിതിഗതികൾ. അപ്പൊ അത് ഭയം വരും. പിള്ളേരും മക്കളും ടി വി കാണുമ്പോ അവർക്ക് ഓരോ ജാതി പറയുമ്പോ അവർക്ക് ഒരു പേടിയുണ്ട്. പേടിയൊന്നും ഇല്ലല്ലേ? കൊറോണ പിടിക്കുന്നില്ല. നമ്മൾ ഫുൾ സേഫ്റ്റിയാണ് എപ്പോഴും. നമ്മളോട്
പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ നാട്ടുകാര് എല്ലാ ദിവസവും ഫോണിൽ ഒരാളെ കോൾ ചെയ്താൽ പോലും നമുക്ക് കേൾക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ബോധവാന്മാരാണ്. അപ്പൊ എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ സേഫ് ആവുക, അതേപോലെ തന്നെ മറ്റുള്ള ജനങ്ങൾക്കും സേഫ് ആവാൻ നമ്മൾ ശ്രമിക്കുക. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ആരൊക്കെ പറയുന്നോ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സംരക്ഷണം എടുക്കുക. അതിനൊരു പ്രത്യേക ഒരു അഭ്യർത്ഥനയാണ്. ഇവിടെ ഇന്ന് ജോലി പല ആൾക്കാരായിട്ട് പേഴ്സണൽ ടെൻഷൻ കാണുമ്പോൾ പ്രൊഫഷണൽ വേറെ പേഴ്സണലായിട്ട് കെയർ ചെയ്ത് തന്നെയാണ് ടെൻഷൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിലേക്ക് പോകാതെ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഇങ്ങനെ ശ്രദ്ധിക്കണം. ജോലിനെ കുറിച്ച്, ഈ പോലീസിന്റെ ജോലി ഈ COVID-19 സമയത്ത് വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് പോലീസ് ഓഫീസർ എന്ന് നോക്കി എങ്ങനെയാണ് ഒരു ചാലഞ്ചായിട്ട് ഡ്യൂട്ടിയായിട്ട് ഒരു തൊഴിലായിട്ട് ചെയ്യുന്നത്? അത് എന്നും പോലെ എല്ലാ സമയത്തും ചെയ്യുന്നത്. ഈ ഒരു വൈറസിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ തന്നെ ഈ അണുവിമുക്തമാക്കാനുള്ള സാനിറ്റൈസേഷൻ, ഹാൻഡ് ക്ലീനിങ് അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നഗരസഭ പ്രധാനമായും ആരംഭഘട്ടത്തിൽ സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 16ഓളം നഗരത്തിൻ്റെ പൊതു ഇടങ്ങളിൽ കൈകൾ ശുദ്ധീകരിക്കാനുള്ള വെള്ളം പൊതുവായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി വരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ബസ് സ്റ്റോപ്പുകളും അതോടനുബന്ധിച്ചുള്ള ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അവരെ കൈകൾ ശുദ്ധീകരിക്കാൻ വേണ്ടി വെള്ളവും സാനിറ്റൈസറും സോപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളെന്ന് പറയാൻ കാരണം നമ്മുടെ നഗരത്തെ സംബന്ധിച്ച് നമ്മുടെ അതിഥി തൊഴിലാളികളായി 5000-ഓളം തൊഴിലാളികൾ തമ്പടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഭാഷയിൽ, ഹിന്ദിയിൽ, മലയാളത്തിൽ വളരെ വ്യക്തമായി കർശന നിർദ്ദേശം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ആവശ്യവും വൈറസിൻ്റെ വ്യാപനം സംബന്ധിച്ച് പ്രചരണം ഏതാണ്ട് 2 ആഴ്ചയോളം നടത്തുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മളുടെ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിച്ചതല്ലേ. കാരണം ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ വിശപ്പ് രഹിത പെരുന്തൽമണ്ണ നഗരസഭ എന്നുള്ള ഒരു ആശയത്തിലൂന്നി ഇവിടെ നഗരത്തിൽ ഫ്രീ ആയി വിശക്കുന്ന ഏവർക്കും ഫ്രീ ആയി കുടുംബശ്രീയുടെ സഹായത്തോടെ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ആലോചിച്ച് നടപ്പിലാക്കാനൊരു മുൻനിർക്കത്തിലായിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് വിശന്നിരിക്കുന്ന ആരും ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി വിശപ്പ് രഹിത നഗരസഭ എന്നുള്ള ഒരു ആശയം നമ്മളവിടെ ഉടലെടുക്കുകയും അത് നമ്മുടെ പദ്ധതികൾ ഭാഗമാക്കുകയും അത് ചർച്ചയുടെ അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി അതിന് മുൻനിർക്കത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിന്നത്തെ ദിവസം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ ഇവിടെ വളരെ വിപുലമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നഗരസഭയെ സംബന്ധിച്ച് ഇതുവരെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം പോലും പച്ചക്കറികൾ വില കൊടുത്ത് വാങ്ങിയ ഒരു സാഹചര്യം നഗരസഭയ്ക്ക് ഉണ്ടായില്ല. നഗരസഭയിലെ വിവിധ 34 വാർഡുകളാണ് നഗരസഭയുണ്ട്. അപ്പോൾ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ അതാത് വാർഡുകളിൽ നിന്ന് സാമൂഹികമായി ശേഖരിച്ച സാധനം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മൊത്ത പച്ചക്കറി മാർക്കറ്റുകൾ പെരുന്തൽമണ്ണയിലുണ്ട്. അവിടുത്തെ വ്യാപാരികൾ
വളരെ നല്ല രീതിയിൽ സഹകരിച്ച് അവരുടെ സംഭാവനയായി കുറച്ച് പച്ചക്കറി തരുന്നുണ്ട്. അപ്പൊ ഈ വിഭവങ്ങളൊന്നും നമുക്ക് നാളെ ഇതുവരെ വാങ്ങേണ്ടതായി വന്നിട്ടില്ല. അപ്പൊ ജനങ്ങളൊക്കെ റോഡിൽ ഇറങ്ങുന്നത് കുറവാണ്. ഇപ്പൊ പ്ലാസ്റ്റിക്കും കവറുകൾ അത്തരം സാധനങ്ങൾ കുറവാണ്. കുടുംബത്തിൽ പോകുമ്പോൾ കുടുംബം അങ്ങനെ ഒരു ഭയം ഈ തൊഴിലല്ലാതെ പ്രൊഫഷണൽ അല്ലാതെ തൊഴിലല്ലാതെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു വിഷമം ഫീൽ ചെയ്യാറുണ്ട്. ഓഫീസിന്റെ ഭാഗത്ത് നല്ല സഹായം സാനിറ്റൈസർ ഇതെല്ലാം നമുക്ക് തരുന്നു. നിങ്ങൾ ആ സ്വീപ്പിംഗ് സാധനങ്ങളെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ട് അങ്ങനെ എല്ലാ വേസ്റ്റ് ഒക്കെ കറക്റ്റ് പറഞ്ഞ പോലെ എല്ലാം ഹൈജീനിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മളിപ്പം ലോകം മൊത്തത്തിലൊരു രീതിയിലാണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യയിലും കേരളത്തിലും മൊത്തത്തിലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഒരേപോലെ ഈ രോഗപ്രതിരോധന വ്യാപന നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായെങ്കിൽ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ നഗരസഭ ഈ രോഗം നമ്മുടെ കേരളത്തിലും മലപ്പുറം ജില്ലയിലും എത്തിപ്പെട്ടു എന്നുള്ള നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെ പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ വിഭാഗം സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ജനങ്ങളെ ആ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ ജനങ്ങൾക്ക് ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി അറിയിപ്പ് നൽകാൻ വേണ്ടി നഗരസഭയുടെ വാഹനം പ്രത്യേകം സജ്ജീകരിച്ചു. അറിയിപ്പ് നൽകാൻ പറ്റുന്ന തരത്തിൽ അനൗൺസ്മെന്റ് സംവിധാനം, ഒരു സ്ഥിരമായ അനൗൺസ്മെന്റ് സംവിധാനം നഗരസഭയുടെ എക്സ്പോർട്ട് വാഹനം പോയിട്ടുണ്ട്. ഇപ്പൊ അനൗൺസ്മെന്റ് ഇപ്പം ആവശ്യകത കുറഞ്ഞു. എന്നാലും ആവശ്യഘട്ടത്തിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ വാഹനത്തിൽ ആദ്യം സജ്ജീകരിക്കും. നമ്മൾ എക്സ്കോഡ് വണ്ടിയുണ്ട്, എക്സ്കോഡ് വാഹനം എപ്പോഴും നഗരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്, കേൾക്കാറുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തി. ആ ദിവസം തന്നെ COVID-19 കൊറോണ നമ്മുടെ പ്രദേശത്ത് പടരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഹാൻഡ് വാഷും അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കൃത്യമായി എല്ലാവരും പാലിക്കണമെന്നും നിർദ്ദേശം കൊടുത്തുകൊണ്ട് നമ്മുടെ നഗരത്തിലെ 13ഓളം കേന്ദ്രങ്ങളിൽ നഗരസഭ തന്നെ ഹാൻഡ് വാഷ് കൗണ്ടറുകൾ സ്ഥാപിച്ചു. കൂടാതെ തന്നെ കച്ചവടക്കാരോടും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരോടും ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും അവരെല്ലാം തന്നെ ഓരോ കേന്ദ്രങ്ങളും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും അവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഈ ഹാൻഡ് വാഷ് കൗണ്ടറുകൾ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായി ഹാൻഡ് വാഷ് കൗണ്ടറുകൾ സ്ഥാപിക്കും. ആദ്യമായിട്ട് കോവിഡ് കേട്ടപ്പോൾ ഒരു ഹെൽത്തിന്റെ ഒരു ആളെന്ന നിലയ്ക്ക് എന്താണ് അതിന്റെ ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്താണ് അപ്പൊ തോട്ടിൽ വന്നത്? നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയുമ്പോഴും ലോക്ക്ഡൌൺ എന്ന് ചെയ്ത് പറയുമ്പോഴും നമ്മൾ പൊതുവെ ആരോഗ്യ പ്രവർത്തകര് ഈ വാക്കുകൾ കുറച്ച് പരിചിതരാണ്. കാരണം നമ്മളെ സംബന്ധിച്ചത് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വൈറസിന്റെ വ്യാപനം തടയുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ജനങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി പറ്റും. നമ്മൾ മലയാളികൾ സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവായി നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് അവർക്ക് പെട്ടെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായി, അതിന്റെ പ്രാധാന്യവും മനസ്സിലായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും എടുക്കാൻ കഴിയും. ആ വൈറസ് വ്യാപനം തടയുക എന്നുള്ള ചെയിൻ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകിച്ച് അവർ കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഈ കാര്യത്തിൽ നല്ല രീതിയിൽ വിജയിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ COVID-19 ലോക്ക്ഡൌണും ബ്രേക്ക് ചെയിൻ എന്നൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ സാധാരണ ജനങ്ങള് അവനവന്റെ ആരോഗ്യപരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോവുക, ഡ്രിപ്പ് കയറ്റാൻ പോവുക, ഇഞ്ചക്ഷൻ വയ്ക്കണം തോന്നുക, അവന് കീമോതെറാപ്പി, റേഡിയേഷൻ, അത്തരം ആഗ്രഹം അത്തരം അസുഖങ്ങളുള്ള ആൾക്കാര്, പിന്നെ ഈ മാസം ഇഞ്ചക്ഷൻ എടുക്കുന്നവര്, പ്രഗ്നന്റ് ലേഡീസ്, അങ്ങനെ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ന്യൂലി മാരീഡ് കപ്പിൾസ്, ഇതെല്ലാരും അവരുടെ ഒരു ഹെൽത്ത് പ്ലസ് മെന്റൽ സ്റ്റേറ്റ് ലൈഫും മറ്റേ പഴയ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയ സാഹചര്യത്തിൽ അവരുടെ ആൻസൈറ്റി നിങ്ങളോട് പ്രകടിപ്പിക്കാറുണ്ട്. ഇതൊന്നും അറിയാതെ തന്നെ അവര് പണ്ടത്തെ പോലെ വരാൻ ശ്രമിക്കാറുണ്ടോ ഹോസ്പിറ്റലുകളിലായാലും? എന്നിരുന്നാലും ഈ രോഗത്തിന്റെ ഭീകരത നമ്മൾ കേരളത്തിൽ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഈ റുട്ടീനായിട്ട് ഹെൽത്ത് നീഡ്, ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് ട്രീറ്റ്മെന്റ് വേണ്ട ആൾക്കാർ നല്ലോണം ബാധിച്ചില്ലേ? ഇപ്പൊ അറ്റാക്ക് വന്നു പെട്ടെന്ന് ഹോസ്പിറ്റൽ, പണ്ടാണെങ്കിൽ ഒരാളെങ്കിൽ ഒരു 10-100 പേര് ഓടി വരും. ഇപ്പൊ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ ഒരു ടെൻഷൻ. ആംബുലൻസ് ഡ്രൈവർ മുതല് ഹോസ്പിറ്റലിൽ വരെ ഇതിപ്പോ എന്താ കേസ്, അതിന് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഹെൽത്ത് ചില സമയത്ത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നില്ലേ? അങ്ങനെ വരുവാണെങ്കിൽ രണ്ട് ആംബുലൻസ് സംവിധാനം നഗരസഭയുടെ പിന്നെ അതാത് ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ വിവരം കൊടുത്തിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും സർവീസ് കൊടുക്കാൻ. പിന്നെ ഇവിടെ തന്നെ പാലിയേറ്റീവ് സർവീസുകളുണ്ട്,
മറ്റുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ സംഘടനകളുണ്ട്. അവരൊക്കെ ഇക്കാര്യത്തിൽ ബദ്ധസിദ്ധരാണ്. നഗരസഭ തന്നെ 2 ആംബുലൻസ് സംവിധാനം ചെയ്യപ്പെടും. ആദ്യം ഏറ്റവും ആദ്യം ഇവിടെ വിതരണം ചെയ്യുന്നത് ഡെസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീയാണ്. നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ജോലികളൊക്കെ? ഞങ്ങൾ രാവിലെ വന്ന് നാളികേരം ചിരകി ഒരാൾ അടുപ്പ് നിങ്ങൾ സ്ഥിരം സ്റ്റാഫാണോ? സ്ഥിരം ഞങ്ങൾ രാവിലെ വന്ന് അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെക്കും. അപ്പോൾ അങ്ങനെ ഉറപ്പുള്ളവർ ചെമ്പൊക്കെ കഴുകി അടുപ്പിച്ച് വെള്ളം ചെമ്പ് വെക്കും. തലേദിവസം നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിച്ചിട്ടാണ് പോകാറ്. എല്ലാം വൃത്തിയാക്കിയിട്ട് പോകാറ്. അപ്പോൾ നമ്മൾ ഈ ജോലിയുടെ ഭാഗമായിട്ടും സോഷ്യൽ വർക്ക് എന്ന നിലയ്ക്ക് നമ്മളിപ്പോൾ ഈ COVID-19 ഇങ്ങനെ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് അതേ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഇല്ലല്ലോ. വീട്ടിലെ ഭക്ഷണം ഒരുക്കി വീട്ടിലെ കുട്ടികളെ ഫാമിലിനെയൊക്കെ റെഡിയാക്കി ഒക്കെ ആയിട്ടാണ് നമ്മൾ ജോലി വരുന്നത്. അപ്പൊ 2 സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? രാവിലെ 4 മണിക്ക് കുട്ടികൾക്ക് ചായ കടി ചോറ് ഒക്കെ കറി ഉണ്ടാക്കിയിട്ട് 6:10 കിട്ടുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോ അവർ പറയില്ലേ നിങ്ങൾ പുറത്തു പോയി പ്രിൻസിപ്പാലിറ്റിയിലൊക്കെ പറയാറുണ്ട്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം ബോട്ട് മാസ്ക് ഗ്ലൗസ് എല്ലാം ഉണ്ട്. തിരിച്ച് വീട്ടിൽ പോകുമ്പോ എന്തൊക്കെയാണ് പിള്ളേർ പറയാറ്? അമ്മ കൊറോണ ആയിട്ടാണ് വരുന്നതുപോലെ ചോദിക്കും. വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലേക്ക് കയറുന്നതിന്റെ ഇപ്പൊ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടാണ് ശരിക്കും സാമ്പാർ വെക്കേണ്ട എല്ലാ സാധനം ഇട്ടിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ വെക്കുന്ന അതേ രീതി. എന്തായാലും COVID-19 ഇങ്ങനെ വീട്ടിൽ ചെറിയ കുട്ടികളത്തിൽ സാമ്പാർ വെച്ചിട്ട് ഇത്രയും വലിയ പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസ്ഥ പറയുന്നു. ഇപ്പൊ നമുക്ക് നമ്മളിങ്ങനെ വന്നൊരു ഇതിലല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കുടുംബശ്രീയായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവരെ പറയുന്ന അതേ രീതിയിൽ തന്നെ എല്ലാവരും പറയുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ അതേപോലെ. എങ്ങനെയാണ് പൊതുസമൂഹം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണം പുറത്തു വരുന്നത് എന്നൊക്കെ പറയുമ്പോ അവരുടെ ആ ഒരു അവസ്ഥ മാനസികാവസ്ഥ? ന്യൂസും മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ അവരൊക്കെ വീട്ടിൽ പുറത്തിറങ്ങാതിരിക്കുകയാണ്. ഇല്ലല്ലോ, അത്ര ഇല്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ കൗൺസിലർ തന്നെയാണ് ഓടിച്ചു വന്നത് അല്ലേ? ഇവിടെയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എല്ലാം നല്ല ഉഷാറ് പണിയിലാണ്. ചേച്ചിമാരൊക്കെ നല്ല തിരക്കിലാണ്. ഇതിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടേ എവിടെയാ ശരിക്കും നാട്? ഇപ്പൊ എന്താ ഉണ്ടാക്കണത്? ഉപ്പേരിയോ? എന്തുപ്പേരിയാണ് അത്? എതിരിട്ട് ഇറക്കിയത് ഇതാണോ? എന്തൊക്കെ ചക്കയാണോ? ചക്ക. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലോ. വിശന്നിരിക്കുന്ന ആരും വിചാരിക്കട്ടെ. വിശപ്പുരഹിത നഗരം എന്ന രീതിയിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ വിശന്നിരിക്കുന്ന ആരും ഉണ്ടാവരുത് എന്നുള്ളൊരു സത്യത്തിൻ്റെ ജനകീയ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള സമയത്താണ് ഈ COVID-19 വന്നത്. അപ്പോൾ നമുക്ക് വളരെ ആ ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ ജനകീയ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഈ ഇലകളൊക്കെ നമ്മൾക്ക് അപ്പൊ അവിടെ നിന്നൊക്കെയാണ് നമ്മള് പരിസര പ്രദേശങ്ങളിലൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
പാക്ക് ചെയ്ത് വാട്ടിയിട്ടാണ് കടയിൽ പാക്ക് ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ എന്തൊക്കെ വർക്കുകളും കാര്യങ്ങളാണ് നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയാനും അത് ജനങ്ങളെ ചെയ്താൽ മാത്രം പോരല്ലോ, എല്ലാരും അറിയണ്ടേ എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടി വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്. അതാണ് എനിക്കറിയാം. ഇപ്പൊ ഇതിന് സ്ത്രീ പുരുഷ എന്നുള്ളൊരു വ്യത്യാസം ഇല്ല. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ നമ്മുടെ മുമ്പില് പ്രതിസന്ധി വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നമ്മൾ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ഇപ്പൊ ഈ കടകളൊക്കെ അടച്ചു, കുറച്ച് മാർക്കറ്റ്, പലചരക്ക് കട, പച്ചക്കറി, പിന്നെ മെഡിക്കൽ ഷോപ്പൊക്കെ ഇല്ലേ. അപ്പൊ ഈ പെൺകുട്ടികൾ ഈ നാപ്കിന് അത്തരം പാഡുകള് കാര്യങ്ങൾക്കൊക്കെ അവര് വീട്ടിൽ പറയണം. സ്റ്റോക്ക് ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല, മെഡിക്കൽ ഷോപ്പിൽ വിളിച്ച് പറയണം, അല്ലെങ്കിൽ വിളിച്ചപ്പോൾ അവിടെയെങ്കിലും ഹെൽത്ത് വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇതിലൊരു വഴി തന്നെയാണ് ആ ഫോണുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇതിലൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സീനത്തിന് അറിയുണ്ടാവുമായിരിക്കും, നമ്മളെ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ മുന്നിലാണ്. അപ്പൊ അവരെയാണ് നമ്മളിത് ഏൽപ്പിച്ചത്, അവരാണ് ഈ ഫോണുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താവശ്യം ഇപ്പൊ നമുക്ക് വന്ന കോളുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇന്ന ആവശ്യം ആണ് അവരത് പറയാൻ മടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങള് കുറയ്ക്കുന്നുണ്ടോ, അങ്ങനത്തെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് അവർക്ക് വേണ്ട ലിസ്റ്റ് ചെയ്ത് നമുക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അതപ്പം തന്നെ നമ്മളെ കുട്ടികളെ വിട്ട് നമ്മളത് കളക്ട് ചെയ്ത് പറഞ്ഞ അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഈ സമയം വരെ എന്റെ മുമ്പിൽ വന്നിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് അത് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാഡം, ഈ പ്രഗ്നന്റ് ലേഡീസ് അവര് ചിലപ്പോ എത്ര വർഷങ്ങളായിട്ട് പ്രഗ്നന്റ് ആയവരാവാം, ചിലപ്പോ പുതിയ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നന്റ് ആവും. അപ്പൊ ഈ കോവിഡ് എന്ന വൈറസ് അപ്പൊ കുട്ടി വയറ്റിലുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു മാനസിക സംഘർഷം ഉണ്ടാവും. കുടുംബത്തിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അവർക്ക് ഇപ്പോ അയൽവക്കത്തോട് സംസാരിക്കാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. അതല്ലാതെ പൊതുപ്രവർത്തകരോട് ചോദിച്ച് എന്റെ കുട്ടിക്ക് വല്ല കുഴപ്പം പറ്റുമോ അങ്ങനെയൊക്കെ ഒരു തോട്ട് വരുമല്ലോ. അങ്ങനെ പലരും സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ സമീപിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മുൻകൂട്ടിയിട്ട് അത് കണ്ട് നമ്മളെ കൊച്ചു ഡോക്ടറായിട്ട് നമ്മള് കണക്ട് ചെയ്തിട്ട് അത് അവര് വേണ്ട ഹെൽപ്പ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മളത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഹോം കെയർ വേണമെന്നുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും അവർക്ക് ആവശ്യപ്പെടാം. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് അതിന് വേണ്ടുന്ന ഡോക്ടർമാരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവരതിന് സന്നദ്ധരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു ലെവലിലേക്കുള്ള ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഇതുവരെ നമ്മളെ ഇതിൽ വന്നിട്ടില്ല, റിസ്ക് ആയിട്ടുള്ളത്. നിങ്ങളിവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് ഇരിക്കുകയാണ്. എന്താ RRT ടീം എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് മരുന്നുകളോ അതേപോലെ മറ്റു ഭക്ഷണ റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് RRT. അപ്പൊ ഈ ഭക്ഷണ സാധനം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഈ പൊതുപ്രവർത്തനമൊക്കെ കഴിഞ്ഞു പോകുമ്പോ ആൾക്കാർ ചോദിക്കരുത്, എല്ലാരും കണ്ടുമുട്ടി സംസാരിച്ചു വരുന്ന കൊറോണയായിട്ട് അങ്ങനെ കഴിയാത്ത പരിഹരിക്കാൻ നിങ്ങൾ ചെയ്യാറില്ല. സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ RRT ടീമുകൾ എങ്ങനെ നിങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സ് ആണ് ഇതിനൊക്കെ ശക്തി? पेरिंदलमन्ना नगर पालिका की एक सूचना है। मलप्पुरम जिला में कोरोना वायरस अभी स्थापित किया है। यह सूचना है कि यह वायरस हमारे शरीर में प्रवेश न होने के लिए हर एक आदमी यह याद रखना कि ज्यादा लोग जमा हुआ जगह पर न जाना और सम्मेलनों में भाग न लें। पैक ചെയ്യണല്ലേ?
ഒരു കറിയിലാവും സ്ഥലമില്ലേ? ഈ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ആൾക്കാരെ എത്തിക്കുന്നത്? ആളുകൾ തെരുവിക്കൂടെ കൊണ്ടുപോകും. അവിടെ നമ്മൾ വെബ്സൈറ്റ് ആളുകളുണ്ടെങ്കിൽ അവർ കാര്യം കൊടുക്കും. പൈസ തരുന്ന സാധാരണക്കാർ നമ്മൾ പൈസ തരുന്ന ആളുകളുണ്ട്. ആളുകൾ 20 രൂപ നമ്മൾ ചോദിച്ചില്ല, അവർ തരുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സഹായമാണ്. കാരണം ഈ ഹോട്ടലൊക്കെ അടച്ച സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊണ്ടുപോകാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. രോഗികൾക്കും കൂട്ടിപ്പോയിട്ട് അവിടുത്തെ ആരോഗ്യ പ്രവർത്തനം എത്ര പൊതി ദിവസം പോകുന്നുണ്ട്? 800 കുട്ടികളും പോകും. 800 വൈകുന്നേരം ഉണ്ട്. അപ്പോൾ 1000 മുടക്കും. വൈകുന്നേരങ്ങൾ പോലീസ്, ഫയർഫോഴ്സ്, നമ്മളെല്ലാം ഇവിടെ പെരുന്നമങ്ങളിൽ വിശപ്പിനെ ആരും പത്രം കഴിക്കാൻ ആ ഒരു അതിഥി തൊഴിലാളികളിൽ സൈറ്റിൽ വർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അതിപ്പോ 500ഓളം തരുന്നത്. നമ്മുടെ മുനിസിപ്പാലിറ്റി വാങ്ങിക്കുകയാണോ അതോ അവര് ഡൊണേറ്റ് ചെയ്യാണോ? അത് തൂക്കുകയാണെന്ന് അത് എവിടെയാണ് അതിന് ചെയ്യുന്നത്? കിറ്റുകളൊക്കെ ഈ കാണുന്ന കിറ്റുകളൊക്കെ ഇതിൽ എന്തൊക്കെയുണ്ട്? അരിയുണ്ട്, പയറ്, വലിയ ഉപകാരമാണ്. ഇത് നമ്മൾ പേ ചെയ്യാതെ വെറുതെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ? ഈ കോവിഡ് സമയത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇവിടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പോലീസ്, അതുപോലെ തന്നെ ആശുപത്രി, മുനിസിപ്പാലിറ്റി, ചില പഞ്ചായത്തുകൾ ഇത്തരങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിലും വ്യക്തി ആരോഗ്യ കാര്യത്തിലും ഇത് പൊതുവെ മറ്റുള്ളവർക്ക് വരാതിരിക്കാനും കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ അങ്ങനെ പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും സോഷ്യൽ വർക്കും അതെങ്ങനെയാ മാനേജ് ചെയ്തത്? അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും തന്നെ എൻ്റെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് അവരാരും തന്നെ പുറത്തേക്ക് ഇറങ്ങരുത് നിർബന്ധമായിട്ടും. ഈ കൂടിയിരിക്കുന്നതിന് ഞാൻ ഇവരോട് സെക്രട്ടറിയോടും ചെയർമാനോടും പറയുന്നത് ശരിയല്ല. 5ൽ കൂടുതൽ ആൾക്കാർ കൂടി നിൽക്കാൻ പാടില്ല. അതുണ്ടെങ്കിൽ തന്നെ 1 മീറ്റർ ദൂരത്തിൽ നിൽക്കണം എന്ന് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം അത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി. കോവിഡിന്റെ പ്രശ്നം അല്ലാതെ തന്നെ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ നെല്ലുവേദന വരിക, സ്ഥിരം മരുന്ന് വാങ്ങിക്കാൻ ഗർഭിണികള്, പിന്നെ ഇതുപോലെ എല്ലാ മാസവും ചെക്കപ്പ് നടത്തേണ്ട ആൾക്കാർ, അങ്ങനെ ഒന്നും സമൂഹമായിട്ട് ആൾക്കാർ സഹായിക്കാൻ വരുന്നില്ല ഭയന്നിട്ട്. പിന്നെ ഇവർക്ക് വേണ്ട പോലെ കിട്ടുന്നില്ല. പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ട് ഒരു തരം മാനസിക ഡിപ്രഷനും സൈക്കോസിസ് ലെവലിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഈ പ്രധാനമായിട്ടും വീട്ടുകളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പ് CA വന്നു, NRP വന്നു, NRC വന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ധാരാളം ആൾക്കാർ ഇത് ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരു ബ്രേക്കും ഇല്ലാതെയാണ് പെട്ടെന്ന് നമ്മളിത് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആങ്സൈറ്റി, അവരുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വളരെ വലിയ കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഡോക്ടറോട് പറയുന്നത്, അവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്, പിന്നെ അവരോട് കണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതേ രീതിയിലുള്ള ആൾക്കാർ ഫോണിൽ പിന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരോട് ബന്ധപ്പെട്ടത് സംസാരിക്കാം. അപ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അത് മാത്രമല്ല, ഞങ്ങൾ സംസാരിച്ച് കുറേ ഇരുന്നപ്പോൾ രോഗികളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ അവിടങ്ങളിലൊക്കെ. പിന്നെ ഉണ്ട് ഇവിടെ തന്നെ ഹെൽത്തിൻ്റെ പിന്നെ ആൾക്കാർ കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ആൾക്കാർ പിന്നെ എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് അസുഖം വരികയാണെങ്കിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി നമ്പറൊക്കെ അവരിത് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായ നമ്പർ പിന്നെ അവിടെയുള്ള നമ്മുടെ വാർഡ് മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെടാനാണ് പറഞ്ഞത്. നമ്പർ തന്നിട്ടുണ്ട്. അതിന്ന് ഞങ്ങൾ പിന്നെ ഇത് ചെയ്യും. സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും വീട്ടുകളിൽ എന്തെങ്കിലും സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ ഈ വാർഡ് ഓഫീസറുമായിട്ട് സംസാരിക്കാം. അവർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോള് അവർ അത് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, പിന്നെ ഫിസിഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ
അതല്ലാതെ വേറെ വഴിയില്ല. കാരണം എല്ലാവരും നമുക്ക് എപ്പം കൊണ്ടുവരാൻ പിന്നെ പറ്റില്ല. ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് അവരൊക്കെ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് നമ്മൾ കാര്യം. ചോദിക്കാനുള്ളത് ഈ വെള്ളപ്പൊക്കം ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങരുത്, വീട്ടിലിരിക്കും എന്നാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയർമാൻ എന്ന നിലയ്ക്ക് പൊതുവായിട്ട് പറയുന്നത്? ഇത് ഒരു അത്യസാധാരണമായിട്ട് അത്യസാധാരണമായിട്ട് സാഹചര്യത്തിൽ അസാധാരണമായിട്ടുള്ള ചില നിലപാടുകളും നടപടികളും എടുക്കേണ്ടിവരും. അപ്പം അങ്ങനെ അസാധാരണമായിട്ടുള്ള ചില നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതകാലത്ത് എവിടെ അനുഭവമുള്ളതല്ല, ചരിത്രത്തിൽ തന്നെ വളരെ കുറഞ്ഞ അനുഭവങ്ങളുള്ള ഒന്നാണത്. അപ്പോൾ ഇന്ന് ഈ രോഗപ്രതിരോധത്തിന് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ വൈറസിനെ തോൽപ്പിക്കാൻ നമ്മൾ സ്വയം ഒഴിഞ്ഞു മാറി ഓടി ഒളിക്കുക എന്നുള്ളതല്ലാതെ ഇന്ന് മറ്റു മാർഗ്ഗമില്ല. അപ്പോൾ അത് സ്വീകരിക്കല്ലാതെ നമുക്ക് മറ്റു മാർഗ്ഗമില്ല. അപ്പോൾ അതിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ പൊതുജന പ്രവർത്തകർ. അപ്പോൾ ഈ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ പലരുമായിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ വരും. അപ്പോൾ എത്ര പേര് കാരിയേഴ്സാണ്, എത്ര പേര് ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കോവിഡിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്, അതിൻ്റെ മാനസികാവസ്ഥ? അതിന് പ്രധാനമായിട്ടും ഇപ്പോൾ നഗരസഭ എന്നൊക്കെ പറഞ്ഞാൽ അവശ്യ സർവീസായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചില്ല. ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നതിനേക്കാൾ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ളതിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ ഈ ആരോഗ്യ ബോധവൽക്കരണം, ഭക്ഷ്യ ലഭ്യത, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിന്തുണ നൽകൽ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും അകലമൊക്കെ പാലിച്ച് ആരോഗ്യ മുൻകരുതലൊക്കെ എടുത്ത് ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്ര ഈ അപരിചിതരെ നമ്മളുടെ വർക്ക് സൈറ്റിലേക്ക് വരുത്താതിരിക്കുക, ആ ഒരു പ്രിക്കോഷൻസാണ് ഇപ്പോൾ എടുക്കണം. എല്ലാവരും വീട്ടിലിരിക്കുക, അതാണ് നമ്മൾ പറയുന്നത്. ഈ ആളുകളെ നമ്മളിപ്പോൾ ഏതാണ്ട് 4 കാറ്റഗറികളാക്കി. 4 കാറ്റഗറി എന്ന് പറഞ്ഞാൽ എ കാറ്റഗറിയാണ്. എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ട്, വാങ്ങാൻ കഴിവുണ്ട്, പുറത്തു പോയി വാങ്ങാൻ ഒരാളും ഉണ്ട്. ആ ആളുകൾക്ക് നമ്മൾ പെരിന്തൽമണ്ണ ടൗണിൽ ഏതാണ്ട് 55 ഷോപ്പുകൾ തുറന്നു. ആ 55 ഷോപ്പുകളിൽ ഭക്ഷ്യലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൽ. കാരണം അതിൻ്റെ ഹോൾസെയിൽ സാധനങ്ങൾ വരണം, ഈ കടകളിൽ അത് എത്തണം. അപ്പോൾ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അവരുടെ സാധന ലഭ്യത, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർക്ക് സഹായം വേണ്ടത്, ആ കാര്യങ്ങൾ, അതായത് ഇവിടെ ഒരിക്കലും സാധനങ്ങളുടെ ഷോർട്ട് വരും, അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അതിലെടുക്കുക. അപ്പോൾ അതാണ് അത്. രണ്ടാമത്തെ ഒരു വിഭാഗം പറഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ട്, എന്നാൽ പോയി വാങ്ങാൻ ആളില്ല. അപ്പോൾ പോയി വാങ്ങാൻ ആളില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ വിളിച്ചാൽ മരുന്നായാലും അതുപോലെ മറ്റേത് വസ്തു ആയാലും അവരുടെ വീട്ടിൽ പഠിക്കും. അത് അവരെ നമ്പറിൽ വിളിച്ചാൽ, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ വിങ് എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസയില്ല, എന്നാൽ വെച്ചുണ്ടാക്കാനൊക്കെ അവരുടെ പാചകം ചെയ്യാനൊക്കെയുള്ള എല്ലാ സാധനങ്ങളും അവർക്കുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് നമ്മൾ ഈ ഭക്ഷ്യധാന്യത്തിന്റെ കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കും. അപ്പൊ അത്ര സൗജന്യമായി കൊടുക്കണം. ഇപ്പൊ ഏതാണ്ട് നമ്മൾ 1000-ലധികം കിറ്റ് കൊടുത്തു. 1000-ലധികം കിറ്റ് എന്ന് പറഞ്ഞാൽ 5 പേർക്കുള്ള കിറ്റാണ്. 5000 ആളുകൾക്ക് ഉപകരിക്കുന്ന കിറ്റാണ്. കൂടങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ അരി കൂട്ടികളുണ്ട്, ഇവിടെ അരി കൂട്ടികൾ ഇനിയും സാധനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾ ഒരു പേടിയും പേടിക്കണ്ട, ഇവിടെ അതിനൊക്കെ സജ്ജമാണ്. അത് 4ാമത്തെ ഒരു വിങ്ങും കൂടി ഉണ്ട്. 4ാമത്തെ ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കിച്ചണാണ്. ഈ കമ്മ്യൂണിറ്റി കിച്ചണിന്റെ 1000 പേർക്ക് പാകം ചെയ്ത ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ പാകം ചെയ്യാൻ കഴിയാത്തവർക്ക് നമ്മൾ എപ്പോഴും ഈ തെരുവിൽ അലയുന്നവർ, അതുപോലെ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ, അതുപോലെ നമ്മുടെ ജീവനക്കാരായിട്ടുള്ള ഇവിടെ ഈ കൊറോണ വ്യാപനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ഭക്ഷണം 1000-ലധികം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം കേരള ജനതകളോട് ഞങ്ങളുടെ പെരിന്തൽമണ്ണ ചെയർമാൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് നേരിട്ട് പറഞ്ഞു? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അസാധാരണമായിട്ടുള്ള സന്ദർഭമാണ്. അപ്പോൾ ആ അസാധാരണമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ അസാധാരണമായിട്ടുള്ള ചില നടപടിക്രമങ്ങളാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും എല്ലാവരും അനുസരിക്കുക. ഇത് മറ്റു മാർഗങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചില്ല, അത് അനുസരിക്കുക എന്നുള്ളതാണ് മാർഗം. ആരും ആത്മവിശ്വാസം കൈവടിയേണ്ട ആവശ്യമില്ല. നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇനി കിട്ടാത്ത ആളുകളുണ്ട്, കണക്കിലെടുത്തിൽ പെടാത്ത ആളുകൾ. അപ്പോൾ അവരെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കണം. തിങ്ങി താമസിക്കുന്ന ടീമുണ്ട്. 5ാം വാർഡിൽ കുറച്ച് ആളും കൂടി ഉണ്ട്.
അപ്പൊ അവർക്ക് കൂടി നേരിട്ട് അവർക്ക് നമ്മൾ കിറ്റ് കൊടുത്ത് അവരോട് ഭക്ഷണം കഴിച്ചോളാനായിട്ട് പറയാനായിട്ടാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പാക്കിംഗ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതാണ് ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കുന്നത്. കഴിഞ്ഞു അത് ഉൾപ്പെടാത്ത ആളുകൾ തെരഞ്ഞെടുത്ത് കുക്കായിട്ട് വന്നതാണ്. ഇത് അടച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇതിലേക്ക് ഇല്ലേ തമിഴ്നാട്ടിൽ എന്തോ ഒരു മണ്ണാർപ്പുഴ நிறைய பேர் நேற்றெல்லாம் நடந்தே இந்த பக்கத்தில் வாங்க வீடியோ கொடுத்துட்டு இருக்காங்க. வாங்க இதில் வாங்க அவங்க சாப்பாடு கொண்டு வருவாங்க. எல்லாரும் நம்ம பேசிட்டு இருக்கலாம். வாங்க இந்த பக்கம் வந்துருங்க. நடந்து போயிட்டு இருக்காங்க. நான் 14 நாள் எக்ஸ்டெண்ட் பண்ணிட்டேன்னு சொல்லிட்டு இருக்காங்க. நீங்க எல்லாரும் ஒரு இடத்துல தானா? நீங்க எந்த ஊரு? நாமக்கல். இது மாஸ்க் எல்லாம் போட்டு கை கழுவணும் கொரோனா வைரஸ்னால சொல்லுவாங்க. அதை பத்தி ஏதாவது தெரியுமா? வேலை இல்லையே, என்ன பண்றீங்க? அப்ப சாப்பாட்டுக்கெல்லாம் என்ன பண்றீங்க? எங்க தங்குறீங்க? ஜூப்ளில. சாப்பாடுக்கு வந்து உங்களுக்கு மட்டும் வாங்குறீங்க எல்லாருக்கும் வாங்குறீங்களா? ஃப்ரீயா தான் கொடுக்குறாங்க. வாங்கிட்டு சாப்பாடுலாம் நல்லா தானே இருக்கு. எல்லா நாளும் வாங்கிட்டு இருக்கீங்களா? இப்படி மத்தியானம் சாப்பாடு மட்டுமா? பாக்கி இருந்தா தரும். அதுக்காக வெயிட் பண்ணிட்டு இருக்கீங்க. சாப்பாடு இருந்தா கொடுப்பாங்க, சாப்பிட்டுட்டு அப்படியே இருக்க வேண்டியதுதான். வீட்டுக்கு தான் திரும்பி போவீங்க, சுற்றி கணக்க மாட்டேங்க. എന്താ മരുന്ന്? മരുന്ന് ബാധിച്ച് മരുന്ന് വാങ്ങിക്കോ. എങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ അത് അവിടെ നിന്ന് വന്നതാണ്. അപ്പൊ ഇവിടെ എവിടെ നിന്നാ വാങ്ങിച്ചത്? ഇതിപ്പോ നമ്മള് 8 ദിവസമായി. 8 ദിവസമായി. അപ്പൊ നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ ഇവിടെയും പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ കൊറോണയെ കുറിച്ച് നിങ്ങൾക്ക് ഭയമോ ആശങ്കയോ ആശങ്കയുണ്ട്. ആശങ്കയുണ്ട്. അതിന് എന്തൊക്കെയാണ് നിങ്ങൾ നമ്മള് ഒരു മീറ്റർ അകലെ നിന്നിട്ടും പിന്നെ നമ്മൾ കൈയോണ്ട് അത് സ്പർശിക്കാൻ നിൽക്കാറില്ല. ചെയ്യാറില്ല. ആളുകളോട് ഒരു അടുപ്പം വിട്ടിട്ടാണ് സംസാരിക്കാറ്. ഇപ്പൊ ഈ പോണ തിരക്കിൽ ഇങ്ങനെ പോകുകയാണ്. അതെ അതെ. ശരി. പൊതുസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇവിടെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തേച്ച് കൈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എത്ര കാര്യങ്ങളൊക്കെയാണ് ചെയ്യല് അല്ലേ? ആൾക്കാർ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? അതെ അതെ. ആളില്ലാതെ അല്ലേ?
ബാങ്കിലെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കോവിഡ് സീസണിൽ നടക്കുന്നത്? ഈ ബാങ്ക് ജോലിക്ക് വരുമ്പോൾ വീട്ടിലെ ജോലി കഴിഞ്ഞ് വരുമ്പോ എങ്ങനെയാണ്, ടെൻഷൻ ഉണ്ടോ? ടെൻഷന് നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യണം. പോലീസിന്റെ ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മള് ഓക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. റിസ്ക് ആണ്. വന്ന് നമ്മള് എന്താ ഈ പറഞ്ഞ പോലെ സാനിറ്റൈസേഷൻ, അത് നമുക്ക് ഭയങ്കര റിസ്ക്. വീട്ടിലെ പണി ഒരുക്കിയിട്ട് വേണ്ട ഇങ്ങോട്ട് വരാന്. അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ദിവസം തിരക്ക് പിടിച്ച ബാങ്ക് ഇപ്പൊ പെട്ടെന്ന് ആളില്ലാതെ ആവുമ്പോ വർക്കിനെയും പേഴ്സണൽ ലൈഫിനെയും അത് ബാധിക്കുന്നുണ്ടോ? ഒരു മാനസികമായിട്ടോ? നമ്മള് അങ്ങനെ ഒരു ബിസി ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് പെട്ടെന്ന് ശൂന്യത പോലെ തോന്നുന്നു. ഇപ്പൊ ഈ COVID-19 ഒരു ചെറിയൊരു റൂമർ പോലെയൊക്കെ വന്ന് ക്യാഷ് വഴിയൊക്കെ വൈറസ് സ്പ്രെഡ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് സാർ എന്താ കേട്ടോ? അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത്? അതുപോലെ പിന്നെ മാസ്ക് അതുപോലെ പിന്നെ ഇടപാട് വളരെ പിന്നെ ഈ വാക്സിന് ശേഷം ജനങ്ങൾ പുറത്തിറങ്ങാൻ സ്ഥിതിയൊക്കെയാണ്. ഈ പൈസ ക്യാഷ് ഹാൻഡിൽ ചെയ്യുമ്പോ ഒരു ടെൻഷനോ ഭയമോ ആ ഒരു മാനസികമായിട്ട് ഇതിൽ ഉണ്ടാവോ എന്നുള്ള തോന്നൽ ഫീലിംഗ്. നമുക്കറിയാം ക്യാഷിൽ നന്നായി പറ്റി ആവുമ്പോൾ നമ്മളൊരു ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നല്ല രീതിയിൽ മാസ്ക് ഉപയോഗിച്ചൊന്ന് പരമാവധി ആക്കി. ബാങ്കിന് വളരെ വർഷം തീരില്ല. എപ്പോഴെങ്കിലും ഓരോരുത്തർ ഒന്നാമത് നമ്മൾ ഇപ്പോൾ വീട്ടിനകത്ത് വരാൻ പറ്റുന്നില്ല. ഇഷ്ടംപോലെ കാള് വരുന്നുണ്ട്. നമ്മളാരും നിർബന്ധിച്ച് വിളിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി ആരോഗ്യവും പിന്നെ സ്റ്റാഫിന്റെ ഒക്കെ ഭക്ഷണം അതിന്റെ എന്തൊക്കെയാണ് മാനേജർ എന്ന നിലയ്ക്ക്? പിന്നെ ഭക്ഷണം ഇപ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഇവിടെ ഭക്ഷണം മട്ടിലില്ല. ഒരു ചായപ്പടം അന്നൂർപ്പടം ഉണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ 2 മണിവരെ ടൈമുള്ളൂ. പിന്നെ ആരും ഭക്ഷണം കൊണ്ടില്ല. ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ ബാങ്കിങ് ഇത് കുറഞ്ഞു. പിന്നെ ആൾക്കാർ ഈ വായ്പ എടുക്കണ എന്തൊക്കെയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും കണ്ടല്ലോ, കുറച്ച് നേരത്തെ പൈസ എടുക്കാം കുഴപ്പമില്ല അങ്ങനത്തെ ആൾക്കാർ അതന്വേഷിച്ച് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടത് പ്രകാരം ഈ ലോണിന്റെ അടവുണ്ടല്ലോ, അവര് ഇഷ്ടംപോലെ വിളിക്കുന്നുണ്ട്. അവരെ വിചാരം ഇപ്പൊ ഇൻട്രസ്റ്റ് ഇതിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അടക്കാതിരിക്കുന്നുണ്ട്. 31 സെറ്റ് ഇയർ എൻഡിങ് വരുന്നു. അപ്പൊ ഓവർ ഡീസ് കുറെ ഒഴിവാകും ആൾക്കാർ കൊണ്ട് നടക്കാം. പക്ഷെ അവരൊക്കെ ഈ പത്രത്തില് 3 മാസത്തെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ജോലി ഇല്ലാത്തത് കൊണ്ട് ഇനിയുള്ള അടവുകളൊക്കെ തെറ്റും. അപ്പൊ ബാങ്കിങ്ങിനെ അത് ബാധിക്കുമല്ലോ. പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഇത് റിസർവ് ബാങ്കിനടുത്ത് വന്നിട്ടില്ല. ഗണ്ണൊക്കെ പിടിച്ചിരിക്കും ഭയമൊന്നും ഇല്ലല്ലോ. കൊറോണനെ തോക്കിൽ വെടിവെക്കാന്നുള്ള ഇതിലാണ് നിൽക്കാം അല്ലേ? കൊറോണ സീസണിൽ ജോലിയും കുടുംബമൊക്കെ ആയിട്ട് മാനസികാവസ്ഥയും പ്രശ്നം അതിലേശം ബുദ്ധിമുട്ടില്ല. കാരണം കുട്ടികളെ കുഴപ്പമില്ല, കുട്ടികളെ പോകുമ്പോൾ ഭയങ്കര അവര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ കൊറോണയും കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് കഴിയാത്തിലെത്തിയിട്ട് നമുക്ക് ചെയ്യുമ്പോഴേ മാക്സിമം നോക്കുമ്പോൾ പുറത്തിട്ട് അലക്കിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇൻക്വസ്റ്റ് പോലീസ് കൊണ്ടാണ്. അതെയോ?
basic screening outpatient department, casualties function. Before they admit casualty, they are just treated. കുറേ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു അവരായിട്ട് ഓ ഗൾഫിൽ അങ്ങനത്തെ വിസിറ്റിംഗ് വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനത്തെ സ്ക്രീൻ പ്രത്യേകം സിംറ്റംസ് ഉണ്ട്. ഇവിടെ റെഗുലറായി വരുന്ന പേഷ്യൻസ് ഇപ്പോൾ ചെക്കപ്പിന് വരുന്നവരുണ്ടാവും, ഹാർട്ട് പേഷ്യൻസ് എല്ലാം പല പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇങ്ങനെ ഈ COVID-19 ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു പുറത്തിറങ്ങാൻ പറ്റില്ല പറഞ്ഞ സമയത്ത് ഫോണിൽ കൂടി ട്രീറ്റ്മെന്റ് സർ, ഈ ആൻസൈറ്റി ഉണ്ടാവില്ലേ ഈ പ്രഗ്നന്റ് ലേഡീസിനും ഈ സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഒരു ഡോക്ടറെ കണ്ടില്ല, കാണാൻ പറ്റിയില്ല, അവർക്കൊരു ആൻസൈറ്റി നമ്മളിത്ര കാലമായിട്ട് ഇപ്പോൾ ഒരു കേസ് കേസ് അയച്ചിട്ടുണ്ട് പോസിറ്റീവ്. അപ്പോൾ എനിക്ക് പൊതുവെ നമ്മൾ അവരുടെ ഇമ്പ്രൂവ്മെന്റ് ജനറൽ സ്ട്രക്ചറിൽ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യില്ല എനിക്ക് തോന്നുന്നു. പക്ഷേ ഹോസ്പിറ്റൽ റണ്ണിങ് ഇസ് മാനേജ്മെന്റ് കം ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ പേഷ്യൻസ് ഒക്കെ ഇല്ലല്ലോ, വളരെ കുറവ് തന്നെ ആയിരിക്കും. കാരണം ഇത് സ്ക്രീനിങ് ഒക്കെ ചെയ്ത് പിന്നെ ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവരും അഡ്മിറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് കുറവ് തന്നെയല്ലേ. അപ്പോൾ ഈ സാധാരണ ജീവനക്കാരുടെ മാനേജ്മെന്റ് എല്ലാവരും ഒപ്പം വരുന്നതിന് പകരം അവർക്ക് 2 to 3 days നമ്പർ ഓഫ് ആൾക്കാരെ ഒന്നായിട്ട് അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ബാച്ചായിട്ട് വരാൻ പറഞ്ഞിരിക്കും. സോ ദാറ്റ് ദേ ഡോണ്ട് ഗെറ്റ് ദാറ്റ് എന്തെങ്കിലും ഒരു ഇത് വന്നു. പക്ഷെ ഇതുവരെ ആർക്കും പ്രോബ്ലം ഉണ്ടായില്ല. സോ ദാറ്റ് സീ ദാറ്റ് അതിൽ നമ്മൾ മുമ്പ് ഇതേപോലെ കോൺടാക്ട് ആയിട്ട് സിംറ്റംസ് ഉണ്ടോ, ഈ തുമ്പല്, ജലദോഷം, സിംറ്റംസ് ഉണ്ടോ നോക്കുക. രണ്ടാമത് വല്ല കോൺടാക്ട് ആയിട്ടുണ്ടോ, പിന്നെ പ്രത്യേകിച്ച് പുറമേ വന്നിട്ടുണ്ടായിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്നു പോയിട്ട് മലപ്പുറം ജില്ലയിൽ പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. പലരും അവർ ബന്ധുക്കാരും എല്ലാവരും ആയിരിക്കും. അപ്പൊ വരുന്നവരൊക്കെ ഈ കറക്റ്റ് ഇൻഫർമേഷൻ തരുന്നുണ്ടോ? ഇപ്പൊ നമ്മള് കുറെ പൊതുവൊക്കെ നല്ലോണം ടീച്ചറൊക്കെ നല്ലോണം മാധ്യമങ്ങൾ വന്നുകൊണ്ട് നന്നായിട്ട് അവര് നിങ്ങൾ പറയുന്നത് ഇത് നല്ലോണം പറഞ്ഞു. പക്ഷെ നല്ലോണം ചോദിച്ചിട്ട് നമുക്ക് കേട്ടോ ഇപ്പൊ ആരും ആദ്യം ഹൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ മാനസിക സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സാറെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരോട് ഇപ്പോൾ ഈ പൊതുസമൂഹം നേരിടുന്ന മാനസികാവസ്ഥയെക്കുറിച്ചും സാർക്ക് ഒരുപാട് ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ടാവുമല്ലോ. കാരണം അവർ അടച്ചിട്ടിരിക്കുകയാണല്ലോ. അതിനെ കുറിച്ചൊന്ന് പറയൂ സാർ. എന്താണ് ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ മനോഭാവം, അവരെങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്? എല്ലാവരും പേടിച്ചതിൻ്റെ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണ്. അത് കാരണം കൊണ്ട് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല എന്ന് പറയുന്നത്. അതിന് പുറമെ അമേരിക്കയിലും ഇറ്റലിയിലും നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിലാണ് അതിന് ഡിറ്റക്ട് ചെയ്തത്. അപ്പോൾ കേരളത്തിലുള്ള നമ്പർ കൂടി കാണുമ്പോൾ ആൾക്കാരെ പേടിച്ചതിൻ്റെ നിൽക്കുകയാണ്. ഗവൺമെന്റ് മീഡിയ എന്താണ് ചെയ്താലും ആ ഉള്ളിലുള്ള പേടി വീട്ടിലിരിക്കണം എന്ന് പറയുമ്പോൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാതെ വരുമ്പോൾ മാനസിക സംഘർഷം കൂടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കൂടുതലാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇത്ര കേസുകൾ കണ്ടു, ഇത്ര പേര് മരിച്ചു, ഇത്ര കാര്യങ്ങളാണ്, ഇത്ര സ്പ്രെഡ് ചെയ്യും. കൊറോണ എന്നുള്ള വൈറസിന് ആർക്കും കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ വ്യക്തിപരമായിട്ട് ഈ കൊറോണ ഈ ലോക്ക്ഡൌൺ പീരീഡ് പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ട് സാർ എങ്ങനെയാണ് മറ്റേ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് സാർ അത് നോക്കിക്കാണുന്നത്? ഞാൻ നോക്കിക്കാണെങ്കിൽ അമിതമായ ഉൾക്കൊണ്ട ഭയം അതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഉൾക്കൊണ്ട ഭയം കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ഫോബിയായിട്ട് മാറുന്നുണ്ട്. മാനസിക ഫോബിയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ പുറത്തിറങ്ങി ആണുങ്ങളാവുമ്പോൾ മദ്യപിക്കുന്നവരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്, മയക്കമരുന്ന് അങ്ങനെ അടിമപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഒരു ലോക്ക്ഡൌൺ ആയ പോലെയാണ്. ബിവറേജസും ഇല്ല, അതിൽ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാരോട് എങ്ങനെയാണ് സാർ അത് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പൊ നേരിട്ട് വരാൻ പറ്റില്ല, ഫോണിൽ കൂടെ ഒക്കെ വിളിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് അത് സാർ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഇപ്പൊ കഴിക്കുന്ന മരുന്നുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു രജിസ്റ്റർ ചെയ്യും ആദ്യം. ഇത് മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ തലച്ചോറിന് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് നിർത്തുമ്പോഴും മദ്യം ഉപയോഗിക്കുന്ന നിർത്തുമ്പോഴും
ഇതുകൊണ്ട് മാനസികാവസ്ഥയിലേക്ക് അവർ നീങ്ങും. മാനസികാവസ്ഥ 2 വിധത്തിലുണ്ട്. അതൊന്ന് ഡെലീരിയം ട്രാൻസിഷൻ ഉണ്ട്. ഡെലീരിയം ട്രാൻസിഷൻ നമ്മുടെ കൈ കിടന്ന് പറക്കും. അപ്പോൾ ചെവിയിലൊക്കെ ശബ്ദങ്ങൾ വരും. എല്ലാ ശബ്ദം കേൾക്കും. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും പേഷ്യന്റ്. ഡെലീരിയം ട്രാൻസിഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് ആദ്യം നമ്മളുടെ ഡെലിരിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഡിബാൻഡ് കൊടുക്കണം. അതിന് പുറമെ ഭയങ്കര ആൻസിറ്റി ഭയങ്കരമായിരിക്കും. ആൻസിഡൻസ് കൊടുക്കണം. കൊടുക്കണം. അതിന് പുറമെ കുറച്ച് ഡിപ്രഷൻ ഉണ്ടാകുന്ന ആൾക്കാർ ഡിപ്രഷൻ ഉൾപ്പെടെ നമ്മൾ കൊടുക്കണം. കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തൈമിൻ ഇഞ്ചക്ഷൻ മസ്റ്റാണ്. തൈമിൻ ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ പേഷ്യന്റും സൂസൈഡ് കേട്ടിട്ടുണ്ട്. ഒരാൾ സൂസൈഡ് ചെയ്തു, ടിവിയിൽ കണ്ടു. അതുപോലെ തന്നെ ഒരാള് മദ്യം കിട്ടാത്തതുകൊണ്ട് വയസ്സായ അമ്മയെ കടിച്ച് കൊന്നു എന്നൊക്കെ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ മദ്യം അത്രമാത്രം ആൾക്കാരെ ആധിപത്യമുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതനം നിർത്തുമ്പോൾ അത് ദോഷമായിട്ട് മാറുന്നില്ലേ സത്യത്തില്? അപ്പൊ അത് മാത്രമല്ല, ചില ആൾക്കാർ സ്റ്റോക്കുള്ള മദ്യവും മയക്കുമരുന്നും പുകയിലൊക്കെ വീട്ടിനകത്തുനിന്ന് അമിതമായി ഉപയോഗിക്കുന്നുണ്ട്. ചിലവരൊക്കെ ഇനി കാലക്രമേണ മീൻസ് ഇനി ഇത് 15 ദിവസം കൂടെ നീട്ടിയിരിക്കുകയാണ്. അപ്പൊ വീട്ടിലെ ഡൊമസ്റ്റിക് വയലൻസും പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം കാണണ്ടേ? അപ്പൊ എല്ലാവരോടും പറയുന്നത് ഇത് നമ്മൾ ഫേസ് ചെയ്യുക, ഐസൊലേഷനിൽ വരികയാണെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ക്രീൻ ചെയ്തതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പനിയോ ജലദോഷമോ ചുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് അവിടെ COVID-19 വീട്ടിൽ എന്തൊക്കെയാ ചെയ്യുന്നേ? മമ്മി എന്താ ചെയ്യുന്നേ? നീ എന്താ ചെയ്യുന്നേ? ചേച്ചി എന്താ ചെയ്യുന്നേ? പറയൂ. സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചു. പിന്നെ കൈയൊക്കെ നന്നായി ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നുണ്ട്. മമ്മി എന്താ ചെയ്യുന്നത്? മമ്മിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. COVID-19 ഒക്കെ വന്നിട്ട് മമ്മി ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നേ പറയൂ. മോള് കോളേജിൽ പഠിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ ഈ COVID-19 പ്രശ്നം കൊണ്ട് കോളേജിൽ ലീവൊക്കെ വിട്ട് വന്നല്ലോ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? വീട്ടിലായാലും മാനസികമായിട്ടും പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ പറയും. ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ ചെന്നാൽ തന്നെ ഇത്രയും ലാഗായ പോർഷൻസിനൊക്കെ ഇനി മിക്കവാറും എക്സ്ട്രാ അവേഴ്സ്. മോളിപ്പോ പഠിക്കുന്നത്? ഞാൻ MBBS പഠിക്കുകയാണ്. അപ്പം പിന്നെ വീട്ടിലാണെങ്കിൽ ഒരു പണിയില്ലാണ്ടിരിക്കുമല്ലേ. അപ്പം ഒരു മടിയാണ് മൊത്തത്തിൽ. ആദ്യം ഞങ്ങൾക്ക് ലീവ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർക്കാർ. പിന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും അവസാനമാണ് ലീവ് പ്രഖ്യാപിച്ചത്. അപ്പം പെട്ടെന്ന് പോകാൻ വന്നപ്പം ഞങ്ങളുടെ പോസ്റ്റിങ് മുടങ്ങി, പകുതി വെച്ച് മുടങ്ങി. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോഴേ കാണുള്ളൂ ആയിരിക്കും. അപ്പം പോസ്റ്റിംഗ് ഒന്ന് കട്ടായിപ്പോയി. പിന്നെ വീട്ടിലോട്ട് പെട്ടെന്ന് വന്നത് ലൈക്ക് മൊത്തത്തിലൊരു ഷോക്കായിരുന്നു. കാരണം ആരും ഇല്ല. എന്തോ പെട്ടെന്നൊരു വൈറസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്തപ്പം ആൾക്കാർക്ക് അത് ചെയ്യണമെന്നില്ല. അപ്പം എല്ലാവരെയും തന്നെ ഞങ്ങളൊരു രീതിയിലായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വന്നപ്പോഴാണ് പിന്നെയും കാര്യങ്ങളുടെ കടുപ്പ് മനസ്സിലായത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ കാണുന്ന കോവിഡിനെ കുറിച്ചിട്ടുള്ള സീനുകളും ഷോട്ടുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ട്. വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ അതിനെ കുറിച്ച് ഭയമോ? നമ്മള് വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറത്ത് പോയാലും വേറെ രോഗികളായിട്ട് ഒരു സമ്പർക്കം വന്നാലും മാത്രമാണല്ലോ ഈ വൈറസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രിവെൻഷൻ എടുക്കുന്നത് കൊണ്ട് അത്ര പേടിക്കാൻ മാത്രം ഒന്നും എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല.
അപ്പൊ നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈറസ് കിട്ടാനുള്ള സാധ്യത കൂടുക. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നമുക്കും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു സേഫ്റ്റി ഉണ്ടാകാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും സർക്കാരിന്റെ നിർദ്ദേശം പാലിച്ച് വീട്ടിൽ തന്നെ തുടരുന്നതാണ് എനിക്ക് എല്ലാവരും പറയുന്നത്. ഇപ്പൊ ഈ പൊതുപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പോകുന്ന ചെറുപ്പക്കാരായ യുവാക്കളോടും യുവതികളോടും എന്താണ് പറയാനുള്ളത്? പൊതുപ്രവർത്തനം നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഹെൽത്തും നമ്മുടെ ഒരു ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഒരു ഹെൽത്തും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനുള്ള സാനിറ്റൈസർ ആണെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യണം, മാസ്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് എന്തായാലും മാസ്ക് യൂസ് ചെയ്യണം. അങ്ങനെ അതിൽ വിട്ടുവീഴ്ചയൊന്നും വരുത്തരുത്.